നമ്മുടെ മേരിസിനും ഒരു 2 മാസം പഠിപ്പിച്ചു അല്ലെങ്കിൽ 6 മാസം പഠിപ്പിച്ചിട്ട് നമ്മൾ വെറുതെ ഇറക്കി വിടുവല്ല വരെ ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. ഞങ്ങളുടെ ഫാക്കൽറ്റീസ് ആദ്യം മീറ്റിംഗ് കൂടി ഇവാലുവേറ്റ് ചെയ്യും, ഇതിന് പറ്റുമോ, ഇത് ഒരു ഇൻഡസ്ട്രിയിലേക്ക് വിടാൻ പറ്റുമോ. അതിനനുസരിച്ച് നമുക്ക് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിട്ടാണ് അവരെ നമ്മൾ മാക്സിമം ഇറക്കാൻ വേണ്ടി നോക്കുന്നത്. ചിലപ്പോൾ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് അവർക്ക് പറ്റിയിട്ടാണെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഇവർ ഇതിന്റെ ഡിഫിക്കൽറ്റി മനസ്സിലാവുന്നത്. ഇത് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഒരാളെ ഇംപ്രസ് ചെയ്യിക്കുന്ന പരിപാടിയാണ്. അതായത് നമ്മൾ വെറുതെ ഒരു സാധനം ചെയ്തു വെക്കുമല്ലോ. നമ്മൾ ചെയ്യുന്ന ഒരു സാധനം കൊണ്ടിട്ട് ആ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ ഇത് കാണുന്നവനെ അട്രാക്ട് ചെയ്യണം. ഏറ്റവും അപ്പീലിംഗ് ആയിട്ട് ഒരു ഡിസൈൻ ആയിക്കോട്ടെ, ഒരു വീഡിയോ ആയിക്കോട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റണം. ഇത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. വൈൽഡ് ലൈഫിന് പോയി എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഫഷണൽ വന്ന ക്ലാസ്സസ് കൊടുക്കുന്നതും നമ്മൾ ബുക്കിൽ നിന്ന് വായിച്ച അറിവ് പ്രസന്റ് ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പാഷൻ പ്രൊഫഷനാക്കാൻ ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ? നമ്മൾ പലരും അങ്ങനെ ആയിരിക്കും. ചെയ്യുന്ന വർക്ക് കുറച്ചുകൂടി ഇഷ്ടത്തോടെ ആഗ്രഹത്തോടെ ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കും. അങ്ങനെ ഡിസൈനിങ്, VFX, മീഡിയ, ഫിലിം തുടങ്ങിയ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഹിയർ വി ഹാവ് പിക്സൽ ടൂൺസ് അക്കാദമി ഓഫ് ഫിലിം ആൻഡ് മീഡിയയുടെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ടിസിൻ ആന്റണി സർ ആൻഡ് അഖിൽ മോഹൻ സർ. വെൽക്കം ടു ദ ഷോ. നമ്മൾ ഇന്ന് കാണുന്ന പിക്സൽ ടൂൺസ് അക്കാദമി എന്ന് പറയുന്നത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. മീഡിയ ആൻഡ് ഫിലിംസ് ടെക്നോളജി പഠിപ്പിക്കുന്ന. ഇതിലേക്കുള്ളൊരു ജേർണി എങ്ങനെയായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും? ഇത് ആക്ച്വലി ഇതൊരു വലിയ ജേർണി മീൻസ്, അതായത് വർഷങ്ങൾ കുറെ പിന്നിലേക്ക് പോകണം. അതായത് ഈവൻ ഞങ്ങളുടെ ഒരു സ്റ്റഡീസിന്റെ സമയം തൊട്ടുള്ളത് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പറയേണ്ടതായിട്ട് വരും. അതായത് നമ്മൾ നോർമലി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കൺവെൻഷണൽ മെത്തേഡ്സ് ഓഫ് കോഴ്സസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കോഴ്സസ്, ഇപ്പോൾ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ മെഡിസിൻ, ഇതല്ലെങ്കിൽ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്. പക്ഷേ നമ്മൾ ഒരു 10th അല്ലെങ്കിൽ +2 ഒക്കെ കഴിഞ്ഞൊരു സമയത്ത് ആക്ച്വലി ഞാൻ ചിന്തിച്ചത് ഐ ഹാവ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ പുതുതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൺവെൻഷണൽ മെത്തേഡൊക്കെ വിട്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ മൾട്ടിമീഡിയയിൽ ഗ്രാജുവേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു മേഖല റിലേറ്റഡ് കോഴ്സ് ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മൾ പല ഈ ഒരു റിലേറ്റഡ് ഫീൽഡിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നു. ആക്സിഡന്റലി നമ്മൾ എന്തിലേക്ക് വരികയാണ്? ടീച്ചിങ്ങിലേക്ക് വരികയാണ്. അപ്പം നമ്മൾ കുറേ സ്ഥലത്ത് ടീച്ചിങ് എന്ന് പറയുന്ന ഇതിലേക്ക് വരുന്നത്. ബേസിക്കലി നമുക്ക് പിള്ളേരെ പഠിപ്പിക്കാനുള്ളൊരു താല്പര്യം കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ട്യൂഷൻസോ അങ്ങനെ ക്ലാസ്സസ് ഒക്കെ എടുത്തൊരു പരിചയം ഉള്ളത് കൊണ്ട് ടീച്ചിങ് എന്ന് പറയുന്നത്, ടീച്ചിങ്ങിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കുറച്ചുകൂടെ ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. പലപ്പോഴും സ്റ്റുഡൻസ് ചില ഡൗട്ട്സ് ചോദിക്കുമ്പോഴാണ് ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചോളാം. അപ്പം നമ്മൾ ഏറ്റവും ബെറ്റർ ആവുന്നത്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ടീച്ചിങ് നമ്മൾ ചെയ്യുമ്പോഴാണ്. അപ്പം അതിനോട് നമുക്കൊരു താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ടീച്ചിങ്ങിലേക്ക് വന്നു. പല സ്ഥലങ്ങളിൽ നമ്മൾ കുട്ടികളെ ഈ ഒരു മേഖലയിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ നോട്ടീസ് ചെയ്ത ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഇതിനകത്ത് പ്രാക്ടിക്കൽ നോളജ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് കോഴ്സസ് എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെ പഠിപ്പിക്കണം എന്നതിനെ പറ്റിയിട്ടൊരു ഐഡിയ വളരെ കുറവാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പല അക്കാഡമീസും പഠിപ്പിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, നമ്മൾ നോർമലി ഒരു ട്രഡീഷണൽ കോഴ്സ് പഠിപ്പിക്കുന്ന അതേപോലെ തന്നെ പഠിപ്പിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾ പ്രാക്ടിക്കലി ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവർക്ക് ഈ പ്രാക്ടിക്കൽ നോളജിൻ്റെ വളരെ ഒരു കുറവാണ്. ഏതൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, അതിന് ആവശ്യക്കാരുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടുണ്ട്. നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കുക, അവിടെ ഈ റെസ്റ്റോറൻറ്റ് പോകുമോ, മീൻസ് അവിടെ ഇതിന് ആവശ്യക്കാരുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് കാറ്റഗറി സാധനമാണ് കൊടുക്കുക. ഒരു പ്രീമിയം കാറ്റഗറി ഫുഡ് കൊണ്ടുവന്നിട്ട് വളരെ ലോക്കലായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോകും, ഒരു പക്ഷേ അത് സെയിലായി പോകത്തില്ല. അപ്പം നമ്മുടെ ആകെ ഇങ്ങനെ ഒരു തോട്ട് ഉണ്ട്, മീൻസ് അതായത് ഈ രീതിയിലാണ് ക്രിയേറ്റീവ് കോഴ്സസ് നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത്. ഇത് മാത്രമാണ് നമ്മുടെ ഉള്ളത്. പിന്നെ നമുക്ക് പഠിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ചിന്തയാണ് പിന്നീട് പിക്സൽ ടൂൺസ് അക്കാഡമിയിലേക്ക് എത്തുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് വേറെ ഒരു കാര്യമില്ല, ഇങ്ങനെ ഒരു വിഷൻ നമുക്കുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുന്ന, ഒരുമിച്ച് വളരാൻ പറ്റുന്ന, അതായത് ഒരു ക്രിയേറ്റീവ് സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുമിച്ച് വളരാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള, പിന്നെ നമ്മുടെ ഒരു ഗ്രോത്തും ഉണ്ട്, ഒരു പേഴ്സണൽ ഗ്രോത്തും. അതേപോലെ സൊസൈറ്റി അല്ലെങ്കിൽ ടീനേജേഴ്സിന് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ പറ്റുന്ന ആളുകൾക്ക് ഒരു ബെറ്റർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലം എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് നമ്മൾ പിക്സൽ ടൂൺസ് അക്കാഡമിയിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ഈ ഒരു ചിന്ത തുടങ്ങുന്നത്. ഇന്ന് ഈ കാണുന്ന പിക്സൽ ടൂൺസ് അക്കാഡമിയിലേക്ക് എത്തിയത്. അറൗണ്ട് ഒരു 10 സ്റ്റുഡൻസിൽ നിന്ന് നമ്മൾ
സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് നമ്മൾ ഒരു 1500 ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ 1500 ക്രിയേറ്റീവ് പ്രൊഫഷണൽസ് നമ്മളിൽ നിന്ന് പാസ് ഔട്ടായി ഇന്ത്യക്ക് അകത്തും പുറത്തും പല സ്ഥലങ്ങളിലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ജേണിയാണ്. ഈ ജേണിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് നമുക്ക് സ്ട്രഗിൾസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ചില സമയത്ത് ഇത് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇതെങ്ങനെ പോകും, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. സോ അത് തന്നെയാണ് ഈ ഒരു ജേണിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ഈ ഒരു 8 years ജേണിയിൽ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സ്ട്രഗിൾ എന്തായിരിക്കും? കാരണം ഇങ്ങനെ ഒരു ഫീൽഡ് കൂടിയാണല്ലോ, ഒരു പാഷൻ ടു പ്രൊഫഷൻ ആവുന്ന ഫീൽഡാണല്ലോ. അപ്പോൾ ഈ ഒരു ജേണിയിൽ ഫേസ് ചെയ്ത ഏറ്റവും വലിയ സ്ട്രഗിൾ എന്തായിരിക്കും? സ്ട്രഗിൾസ് എപ്പോഴും എല്ലാ ബിസിനസ്സിനും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ അഖിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ എല്ലാവർക്കും ഉള്ള പോലെ എമൗണ്ടാണ് ക്യാപിറ്റൽ. അതൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു നമുക്ക് റേസ് ചെയ്യാന്ന് പറഞ്ഞാൽ. ഒരു 8 വർഷം മുമ്പ് നിങ്ങൾ ചിന്തിക്കില്ല. കാരണം നമുക്ക് ഏകദേശം ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് വെച്ചാൽ വളരെ തുച്ഛമായ എമൗണ്ട് കൊണ്ടാണ് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയത്. 70,000 രൂപയാണ് ഞങ്ങളുടെ ആദ്യത്തെ ക്യാപിറ്റൽ. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നുമ്പോൾ അത് ഭയങ്കര ചിന്തിക്കും മണ്ടത്തരമാണോ അല്ല. കാരണം നമ്മൾ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് വലിയ നമുക്ക് സാലറി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത, ആ സമയത്ത് ഇൻഡസ്ട്രി നിൽക്കുന്ന കുഴപ്പമില്ലാത്ത ഒരു എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നു. എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഫാമിലി, ഞങ്ങളുടെ ഫ്രണ്ട്സ്, ബാക്കിയുള്ളവർ ജീവിക്കുന്ന പോലെ ഞങ്ങളുടെ ഒരു ആഗ്രഹങ്ങൾ എല്ലാം ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി ഈ ഫീൽഡിലേക്ക് വന്നു. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് പറയുന്നത്. ആകെയുള്ള കോൺഫിഡൻസ് എന്ന് പറഞ്ഞ ഒറ്റ കേസ്, നമുക്ക് പഠിപ്പിക്കാം, നമുക്കിത് വിൻ ചെയ്യാന്നുള്ള ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സ്ട്രഗിൾ എന്ന് പറഞ്ഞത്. എമൗണ്ടിൽ കുറേ ആഗ്രഹങ്ങൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് നമ്മൾ മുമ്പോട്ട് വരുന്നത്. അത് പക്ഷേ ഇപ്പം നമ്മൾക്ക് നോക്കുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് പറഞ്ഞൊരു കാര്യമായിട്ട് നമുക്ക് മുമ്പോട്ട് വന്നിരിക്കുന്ന ഒരു സംഭവം. നമ്മുടെ സ്ട്രഗിള് ഈ പറഞ്ഞ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോബ്ലമാണ്. മീൻസ് അതായത് ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ എപ്പോഴും ബിൽഡ് ചെയ്യാം. അപ്പൊ അതിനൊരു വലിയ ഇൻവെസ്റ്റ് അറിയാലോ. അന്നത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ പോലും ഒരു 8 years മുന്നേ എന്ന് പറഞ്ഞാൽ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ എഫേർട്ടാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സെക്ടർ കൂടി ആയതുകൊണ്ട് നമുക്കിപ്പം ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ്, ലാബ്, അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റും കൂടി വേണമല്ലോ, കുറച്ചുകൂടി കൂടുതലായിട്ട് വേണം. 2, നമ്മൾ ഇതിനകത്തൊരു വലിയ ഫെയിം ഉള്ള ആളുകളല്ല. നമുക്കിത് മാർക്കറ്റ് ചെയ്യണം, ഇത് ആളുകളിലേക്ക് എത്തിക്കണം. ഇങ്ങനെ ഒരു അക്കാഡമി ഉണ്ട്, നമ്മുടെ വിഷൻ ഇതാണ്, നമുക്ക് പറയാൻ വലിയ കഥകൾ ബാക്കിലേക്ക് ഇല്ല. അപ്പൊ നമ്മുടെ കയ്യിൽ ആകെയുള്ളത് ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ മാത്രം. ഇതാണ് നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയാണ് ഈ കോഴ്സ് പഠിപ്പിക്കേണ്ടത്. ഈ ഒരു ഒറ്റ തോട്ട് ഇത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫേസ് ചെയ്ത മറ്റൊരു സ്ട്രഗിൾ എന്ന് പറയുന്നത് ആളുകളുടെ മൈൻഡ് സെറ്റാണ്. പേരൻസും കുട്ടികളും. ഇപ്പൊ കുട്ടികൾക്ക് ഇൻ കേസ് ഇങ്ങനത്തെ ഒരു കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കൂടി പേരൻസ് അവരെ ഡിസ്കറേജ് ചെയ്യുകയായിരുന്നു പതിവ്. കാരണം ക്രിയേറ്റീവ് കോഴ്സസ് പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്, ഇത് പഠിച്ചിട്ട് എന്താവും, നീ ഒരു നഴ്സിങ്ങിന് പോകും, അല്ലെങ്കിൽ നീ ഒരു എഞ്ചിനീയറിങ്ങിന് പോയാൽ മതി, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, BCom BA ഇത് പഠിക്കും, എന്നിട്ട് നീ PSCയുടെ കോച്ചിങ്ങിന് പോവാം. ഇതാണ് ആളുകൾക്ക് എപ്പോഴും അവരുടെ ഒരു മൈൻഡ് സെറ്റ് ആ രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. എന്നാൽ ഇത് ഇത്രത്തോളം ഗ്രോത്ത് ഉള്ള ഒരു മേഖലയാണെന്ന് ഇന്ന് പോലും ആളുകൾ ചിന്തിക്കുന്നത് വളരെ കുറവാണ്. കാരണം ഇത് നമുക്കറിയാവുന്നത് പലപ്പോഴും പെൺകുട്ടികളൊക്കെ ഫോട്ടോഗ്രാഫി പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വരും. നമ്മുടെ ഏറ്റവും വലിയ ജോലി ഇവരുടെ പേരൻസിന് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് ഇതിനോട് ഭയങ്കര താല്പര്യമാണ്, അവർക്ക് ഇതിനോടൊരു പാഷൻ ഉണ്ടാവും. നമ്മുടെ അവിടെ BTech MTech ഒക്കെ കഴിഞ്ഞാൽ പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. അത് അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ട് വന്നിട്ട് ഈ കോഴ്സുകൾ പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇവർക്ക് എപ്പോഴും പേരൻസിനെ ഇത് എങ്ങനെ കൺവിൻസ് ചെയ്യണം എന്നറിയില്ല. ആളുകൾ എപ്പോഴും വെഡിങ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒറ്റ കോൺസെപ്റ്റാണ് ഫോട്ടോഗ്രാഫിയിൽ. അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്, ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനാണോ, അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് കാർഡ് ഡിസൈൻ ചെയ്യാൻ, ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സ് ആയിരുന്നു ആളുകളുടെ. ഇത് എങ്ങനെ പഠിക്കണമെന്ന് കുട്ടികൾക്കും അറിയില്ല. എവിടെ പോയി പഠിക്കണം, ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇതിനെപ്പറ്റി ഒരു ഐഡിയ കുട്ടികൾക്കില്ല. ഇത് രണ്ടും ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ സ്ട്രഗിൾസിൽ അടുത്തത്. കാരണം ഇത് നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ആളുകൾക്ക് മനസ്സിലാവണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും നമ്മൾ കാണിച്ചു കൊടുത്ത് മാത്രമേ മനസ്സിലാക്കാൻ. ആ സമയത്ത് നമ്മുടെ അത് ഇല്ല. കാരണം നമുക്ക് വലിയ പ്ലേസ്മെന്റ്സിന്റെ കഥ നമുക്ക് പറയാനായിട്ടില്ല. നമ്മുടെ അവിടെ പഠിച്ച കുട്ടികളുടെ ഒരു ജേർണി അല്ലെങ്കിൽ അവരുടെ ഒരു സക്സസ് സ്റ്റോറീസ് നമുക്ക് പറയാനില്ല. നമ്മുടെ കയ്യിൽ ആകെയുള്ളത് നമ്മുടെ ഈ വിഷൻ മാത്രമായിരുന്നു. ശരിക്കും അത് ക്ലിയർ ആയിട്ട് നമുക്ക് അവരിലേക്ക് എത്തിക്കാൻ ആ സമയത്ത് സാധിച്ചു. നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 10 സ്റ്റുഡൻസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ അറൗണ്ട് ഒരു 2 months നമ്മൾ തന്നെ. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ
ഞങ്ങൾ ഓൾറെഡി ഈ മേഖലയിൽ പഠിച്ചവരായതുകൊണ്ട് ഇപ്പൊ എനിക്കൊരു ഡിസൈനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേറൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരു വീഡിയോ അല്ലെങ്കിൽ മോഷൻ ഗ്രാഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടിജിനത് ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് ഇത് പുറത്ത് കൊടുക്കണ്ട. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്ന് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് അതിന്റെ മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്, ആ ഒരു മേഖലയിലാണ്. ഞങ്ങൾക്ക് അതിനൊരു എമൗണ്ട് ആവില്ല. കാരണം ഇത് ഞങ്ങൾ തന്നെ ചെയ്യും. ഞങ്ങളുടെ ഓൺ ലാപ്ടോപ്പിൽ ഞങ്ങൾ തന്നെ എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കോണ്ടന്റ്സ് ഫുള്ള് ക്രിയേറ്റ് ചെയ്യും. അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ ഈ പറയുന്ന മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് കംപ്ലീറ്റ് ഞങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യും. ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഇത് പോസ്റ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു. ഈവൻ ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു. എങ്ങനെ ഫേസ്ബുക്ക് പ്രൊമോഷൻസ് ചെയ്യാം, എങ്ങനെ SEO നമുക്ക് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, റീൽസ് എങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കാതെ നമ്മൾ കണ്ടന്റ് വരെ പ്രിപ്പയർ ചെയ്യുന്ന കോണ്ടന്റ് റൈറ്റിംഗ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ അക്കാഡമിയിൽ ഇന്ന് സ്റ്റാഫ് ഉണ്ട്. ഇതെല്ലാം ചെയ്യാൻ സെപ്പറേറ്റ് സ്റ്റാഫ് ഉണ്ട്. അന്ന് ആരുമില്ല, അന്ന് നമ്മളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിന്റെ ഒരു ഗുണം ഇപ്പൊ നമുക്കറിയാം. കാരണം നമുക്ക് ഇവരെല്ലാം ഗൈഡ് ചെയ്യാൻ പറ്റും. ഈ കാര്യം നമ്മൾ ചെയ്തത് കൊണ്ട് അവർ നാളെ ഒരു എക്സ്ക്യൂസ് പറയുമ്പോൾ ഇത് ഇങ്ങനെയല്ല നമ്മൾ ചെയ്തതാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നത് ആ എഫേർട്ട് നമ്മൾ അന്ന് ഇട്ടത് കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് വന്ന സ്ട്രഗിൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ തന്നെ ഇത് മാർക്കറ്റിംഗ് കോണ്ടന്റ്സ് ഉണ്ടാക്കി. അപ്പൊ ഞങ്ങൾക്ക് ആ ഒരു ഇന്ന് ഞാൻ പറഞ്ഞത് ആ ഒരു 70,000 എന്ന് പറഞ്ഞാലും ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അതിനൊരു പോസ്റ്റ് വരത്തില്ല. അത് നമ്മൾ സ്വയം ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു 10 സ്റ്റുഡൻസിലാണ് നമ്മൾ അക്കാഡമി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നത്തെ നമ്മുടെ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഈ കുട്ടികളാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും നമുക്ക് നാളേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ റിസൾട്ടിനെ ബേസ് ചെയ്യും. അപ്പൊ ആ കുട്ടികളെ മാക്സിമം ബെറ്റർ ആക്കി കൊണ്ടുവരിക. പിന്നെ കംപ്ലീറ്റ് ആ ഒരു ബാച്ചിലായിരുന്നു നമ്മളുടെ സ്ട്രഗിൾസ്, അല്ലെങ്കിൽ അവരുടെ കോൺസെൻട്രേഷൻ ഫുൾ ആ ബാച്ചിലേക്കായിരുന്നു. ആ കുട്ടികൾ ഓരോരുത്തരും ഒരു ബെറ്റർ ലൈഫിലേക്ക് പോയി. മീൻസ് അവരെ നമ്മൾ ആ രീതിയിൽ ഒരു സാധാരണ ഒരു അക്കാഡമി പോയാൽ അവർക്ക് എത്ര കെയർ കിട്ടുമോ അതിന്റെ ഒരു എക്സ്ട്രീം ലെവൽ അവരെ നമ്മൾ പുഷ് ചെയ്തു. ഒരു ലിമിറ്റ്സിന് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ അവർ ഓരോരുത്തരും പല കോഴ്സസ് ചെയ്ത കുട്ടികളായിരുന്നു. അപ്പൊ അവർക്ക് നമ്മളൊരു ടൈം ഡ്യൂറേഷനോ ഒന്നും വെക്കാതെ അവരെ കൂടുതൽ സമയം നമ്മൾ പഠിപ്പിച്ചു. അപ്പൊ അവരുടെ ഒരു റിസൾട്ടിൽ നിന്നാണ് അടുത്തടുത്ത ബാച്ചസിലേക്ക് വരുന്നത്. അപ്പൊ അന്നൊരു 10 സ്റ്റുഡൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് നമ്മൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഇത്രത്തോളം എഫേർട്ട് അതിലേക്ക് വേണ്ടി വരുന്നില്ല. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് വലിയൊരു ബോണസ് ആണ്. അത് ആ സ്ട്രഗിൾസ് അന്ന് ഫേസ് ചെയ്ത ഒരു സ്ട്രഗിൾസിന്റെ ഇന്ന് നമുക്ക് കിട്ടുന്ന എന്താ പറയുക, ഇന്ന് ഇപ്പൊ അനുഭവിക്കുന്ന ഈ ഒരു ലക്ഷറി എന്ന് പറയുന്നത് അന്നത്തെ ആ സ്ട്രഗിൾസിന്റെ ഒരു എഫേർട്ടിന്റെ ഫലമാണെന്ന് വിശ്വസിക്കുന്നത്. ഒരു 8 years മുന്നേ ഉള്ള മീഡിയയോടുള്ള താല്പര്യമല്ല ഇന്ന് പലർക്കും മീഡിയയോടുള്ള. കാരണം ഇന്ന് മീഡിയ എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രി, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയാലും നമ്മുടെ മറ്റ് സോഷ്യൽ മീഡിയാസ് ആയാലും ഇന്ന് അതിലേക്ക് വരുന്ന ആൾക്കാരുടെ നമ്പർ ഓഫ് ആൾക്കാർ കുറേ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോഴ്സ് പഠിക്കാനും അല്ലെങ്കിൽ താല്പര്യമുള്ള ആൾക്കാരുടെ എണ്ണവും കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു കോഴ്സ് പഠിക്കാൻ അല്ലെങ്കിൽ ഇതിൽ കുറച്ചും കൂടി നോളജ് അക്വയർ ചെയ്യാൻ താല്പര്യമുള്ളവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? അതായത് ഇപ്പം ഈ ഒരു കോഴ്സസിനെ പറ്റി ആദ്യം നമ്മൾ ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അന്ന് തൊട്ടേ പറയുന്നുണ്ട്. ക്രിയേറ്റീവ് മേഖല അല്ലെങ്കിൽ ഈ ഒരു ഇതൊരു വളരെ ബൂം ചെയ്യുന്ന ഒരു മേഖലയാണ്. ഇതിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. ഒരു സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഫിലിം, ഇതായിരുന്നു നമ്മുടെ എന്റർടൈൻമെന്റ്. പണ്ട് കാലത്ത് ഒരു നാടകം അല്ലെങ്കിൽ അങ്ങനെ ട്രഡീഷണൽ ആർട്ട് ഫോംസ് കുറെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് ഫിലിംസിലേക്ക് വന്നു. ഫിലിംസ് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്തായി, ടെലിവിഷൻ ചാനൽസ് ഇവിടെ ജനകീയമായപ്പോൾ ടെലിവിഷൻ സീരിയൽസ് എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ വന്നു. ടെലിവിഷനിൽ കൂടെ പലതരം പരിപാടികൾ. പിന്നീട് നമുക്കറിയാം റിയാലിറ്റി ഷോസ് ഭയങ്കര ട്രെൻഡിങ് ചെയ്യുന്നൊരു സമയമുണ്ട്. അപ്പൊ ഈ ക്രിയേറ്റിവിറ്റി എപ്പോഴും ഈ ഒരു സ്കിൽസ് കൊടുക്കേണ്ട ഏരിയാസ് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ എന്തിലേക്ക് വന്നു, നമ്മുടെ സിനിമയും കഴിഞ്ഞ് സീരിയലും ഒക്കെ കഴിഞ്ഞ് പിന്നെ എന്താ യൂട്യൂബ് ഒക്കെ കുറെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴെന്ന് വെച്ചാൽ വെബ് സീരീസ് എന്ന് പറയുന്ന ഒരു സിനിമ പോലെ തന്നെ വലിയ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് ഇന്ന് വെബ് സീരീസ് എന്ന് പറയുന്നത്. ഇന്ന് നമുക്കറിയാം OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ മൂവ് ചെയ്യുന്നതിനേക്കാളും വലിയ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ഇന്ന് അവരുടെ വർക്ക്സ് പ്രസന്റ് ചെയ്യുന്നതൊക്കെ വലിയ ഹിറ്റ് ആവുന്നുണ്ട്. നാളെ ഇതിലും വലിയ ചേഞ്ചസ് വരും. ഇപ്പൊ നമുക്കറിയാം ഒരു നമ്മുടെ യൂത്ത് ഒക്കെ കുറെ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ യൂട്യൂബ് ബ്ലോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്. പണ്ട് കാലത്ത് ഇങ്ങനെ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഇല്ല. ഇന്ന് അവര് ഒരു വലിയ ഒരു എംപ്ലോയി നോർമലി ഒരു കമ്പനി ഏൺ ചെയ്യുന്നതിന്റെ ഒരു ഇയർലി ഏൺ ചെയ്യുന്ന എമൗണ്ട് ഒക്കെ മന്ത്ലി യൂട്യൂബിൽ നിന്ന് മാത്രം ഏൺ ചെയ്യുന്ന ആളുകളുണ്ട്. ഇന്നൊരു വീഡിയോ എടുക്കാൻ അറിയുന്ന ഒരു ക്യാമറ സ്വന്തമായിട്ടുള്ള ആർക്കും കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാം. പണ്ട് കാലത്ത് ടെലിവിഷൻ സ്റ്റുഡിയോസോ വലിയ പ്രൊഡക്ഷൻ ഹൗസോ ആയിരുന്നു വീഡിയോ കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഇന്ന് സിമ്പിൾ ആയിട്ട് ആളുകൾക്ക് ആർക്കും ഈ മേഖലയിലേക്ക് കടന്നു വരാം. പക്ഷെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. ഇപ്പൊ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ യൂട്യൂബിൽ വരുന്ന വീഡിയോസിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു OTT പ്ലാറ്റ്ഫോംസിൽ വരുന്ന ഒരു വെബ് സീരീസ് ഒക്കെ വലിയൊരു സിനിമ ചെയ്യുന്ന ക്വാളിറ്റിയിൽ ആളുകൾ ഇറക്കുന്നുണ്ട്. കാരണം ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായി. ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന ഒരു കംപ്ലൈന്റ് VFX ശരിയായില്ല,
അല്ലെ എത്രയോ വലിയ സിനിമകൾ വരുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഇതിന്റെ VFX ശരിയായില്ല, അല്ലെങ്കിൽ ഇതിന്റെ എഡിറ്റിംഗിൽ ഇന്ന പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ പല ലാംഗ്വേജിലുള്ള സിനിമകൾ കണ്ടു. അപ്പം ശരിക്കും പറഞ്ഞാൽ കോവിഡ് വന്നതിന് ശേഷമാണ് ഇതിലെ കൂടുതൽ, കാരണം കോവിഡിന്റെ ഒരു ടൈമിൽ എല്ലാവരും വിദേശ സിനിമകൾ കൂടുതൽ കാണാൻ തുടങ്ങി. നമ്മൾ ജർമ്മൻ, സ്പാനിഷ്, സീരീസുകൾ ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് കാണാൻ തുടങ്ങിയപ്പോൾ ആളുകൾ വിദേശ സിനിമകളെ പറ്റിയിട്ട് ഒക്കെ നോളജ് ആളുകളുടെ കൂടി. ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അവർ അവെയർ ആയി തുടങ്ങി. അതാണ് ഇപ്പം എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ സംഭവം അവർ മെയിൻ ആയിട്ട് നോക്കുന്ന വെച്ചാൽ സിനിമ ഓവറോൾ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അതിന്റെ എഡിറ്റിംഗ് ഭയങ്കര സൂപ്പറാണ്, അല്ലെങ്കിൽ ക്യാമറ ഭയങ്കര സൂപ്പറാണ്. അപ്പൊ എല്ലാത്തിനും സ്പെസിഫൈ ചെയ്യുന്നത് നമുക്ക് ഓപ്പർച്യൂണിറ്റി കൂടി തുടങ്ങി. അതാണ് ക്യാമറ ഏതാണ് വർക്ക് ചെയ്യുന്നത്, എല്ലാം ഡീറ്റെയിൽ ആണ്. ഈ കാര്യങ്ങളൊക്കെ ആളുകള് കൂടുതൽ അതിനെപ്പറ്റി അവെയറാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റീസും ഭയങ്കരമായിട്ട് കൂടുതലാണ്. എന്ത് സാധനത്തിനും അതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ബെറ്റർ ആക്കണം, കൂടുതൽ ആർട്ടിസ്റ്റുകൾ ഇതിലേക്ക് കടന്നു വരണം. അത്രയും ഗ്രോ ചെയ്യുന്ന ഒരു ഫീൽഡാണ്. നാളെ നമുക്കറിയില്ല ഇതിനകത്ത് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത്. ഒരിക്കലും എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് മനുഷ്യന് ജീവിതം ഉള്ളിടത്തോളം കാലം ആവശ്യമുള്ള ഒരു സാധനമാണ്. പുതിയ പുതിയ മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കും, അല്ലാതെ വേറെ ഒന്നുമില്ല. നാളെ OTT പ്ലാറ്റ്ഫോംസ് അല്ലാതെ പുതിയ എന്തെങ്കിലും ഒരു പക്ഷേ വരുമായിരിക്കും. ഇന്ന് ഇൻസ്റ്റയിൽ റീൽസ് മാത്രം ചെയ്ത് എന്തോരം ഏൺ ചെയ്യുന്ന ആളുകളുണ്ട്. അതൊരു വലിയ പ്രൊഫഷൻ ആയിട്ട് മാറും. നാളെ വേറൊരു പ്ലാറ്റ്ഫോം ചിലപ്പോൾ വരുമായിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ക്രിയേറ്റീവ് ഏരിയയുടെ ഗ്രോത്ത് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റീസും കൂടുതലാണ്. പക്ഷെ ക്വാളിറ്റിയുള്ള ആളുകളെ നമുക്ക് കിട്ടണം. ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ മാത്രം പഠിച്ചിട്ട് ഈ ഒരു സാധനം ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്കൊരു ക്രിയേറ്റീവ് സ്കില്ല് വേണം. ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഈ ഒരു മേഖലയിലേക്ക് വരുന്ന കുട്ടികളോട് പറയാനുള്ളത്, പലപ്പോഴും നമ്മളെ എൻക്വയറി ചെയ്യുന്ന കുട്ടികൾ കരിക്കുലം ചോദിക്കത്തില്ല. ഇവർ ചോദിക്കുക, സാർ ഇതിന്റെ ഫീ എത്രയാണ്, സാർ ഇത് എത്ര നാൾ കൊണ്ട് പഠിക്കാം, ഞാനൊരു 3 months ഒക്കെയാണ് നോക്കുന്നത്, ഞാൻ അല്ലെങ്കിൽ ഒരു 2 months ആണ് നോക്കുന്നത്, ഇതിൽ പ്ലേസ്മെന്റ് ഉണ്ടോ? ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്നൊരു ചോദ്യം. എന്നാൽ നിങ്ങളുടെ കരിക്കുലത്തിൽ എന്തൊക്കെയാ ഉള്ളത്, എന്തൊക്കെ മൊഡ്യൂൾസ് ആണ് ഇതിൽ പഠിപ്പിക്കുക? ഇത് കുട്ടികൾക്ക് ഇപ്പോഴും അങ്ങനെ ഒരു നോളജ് ഇല്ല. കാരണം അവർ കേൾക്കുന്നുണ്ട്, ഇപ്പൊ ഗ്രാഫിക് ഡിസൈൻ പഠിക്കണമെങ്കിൽ ഫോട്ടോഷോപ്പ്, ഇലസ്ട്രേറ്റർ, ഇൻഡിസൈൻ, ഈ 3 സോഫ്റ്റ്വെയർസ് മിനിമം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് മാത്രം പഠിച്ചാൽ നമുക്ക് ഒരിക്കലും ഡിസൈനർ ആവാൻ പറ്റില്ല. ആക്ച്വലി ഡിസൈനിങ് എന്ന് വെച്ചാൽ ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫ് ആർട്ടാണ്. അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി പ്ലാൻ ടു പ്രസന്റ് തിങ്സ് ഇൻ ആൻ അപ്പീലിംഗ് വേ എന്ന് പറയും. എന്ത് സാധനവും ഏറ്റവും അപ്പീലിംഗ് ആയിട്ട് നമുക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാം, അതിന് ഡിസൈൻ നമ്മൾ പറയും. അപ്പോൾ ഒരു ഡിസൈൻ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു പ്രൊഡക്റ്റിന് ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന് തന്നെ വീണ്ടും അതേ ആഡ് ഞാൻ സെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അതിനൊരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്. അവരെ ഇത് ഏത് മീഡിയത്തിലൂടെയാണ് പോകുന്നത്. നമുക്ക് ഒരിക്കലും ഒരു ഹോർഡിങ്ങോ ബിൽബോർഡോ ചെയ്യുന്ന പോലെയല്ല നമ്മളൊരു പോസ്റ്റർ ചെയ്യുക, അതുപോലെയല്ല നമ്മളൊരു നോട്ടീസ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്താണ്? ഇതിനകത്ത് കളേഴ്സിന്റെ യൂസ് ചെയ്യുക. അപ്പൊ കളറിനെ പറ്റി നമ്മൾ പഠിക്കണം, ഡിസൈൻ പ്രിൻസിപ്പിൾസ് നമുക്ക് അറിഞ്ഞിരിക്കണം, കളർ തിയറിയെ പറ്റി പഠിക്കണം. ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ച് ഒരു കുട്ടിയുടെ ക്രിയേറ്റീവ് സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഇത് വന്നിട്ടൊരു സോഫ്റ്റ്വെയർ പഠിച്ചത് കൊണ്ട് കംപ്ലീറ്റ് ആയി ഇങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ സോഫ്റ്റ്വെയർ അറിയും, പക്ഷെ നമ്മളെ കൊണ്ടൊരു നല്ല നമ്മുടെ സിഗ്നേച്ചർ ഉള്ള ഒരു വർക്ക് ചെയ്യാനായിട്ട് പറ്റാതെ വരും. അപ്പൊ ഈ പ്രശ്നം ഒഴിവാക്കണം. ഇതാണ് ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ ഒരു തോട്ട് എന്ന് പറയുന്നത് ഈ പ്രശ്നമില്ല. നമ്മളൊരു കുറേ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഫൈൻഡ് ചെയ്തൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഒരു പ്രോബ്ലം ആയിരുന്നത്. അപ്പം നമ്മളൊരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോബ്ലം ഉണ്ടാവരുത്, ഇത് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. ഇതായിരുന്നു നമ്മുടെ തോട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ പിക്സൽ ടൂൺസ് അക്കാഡമി നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നത് ആക്ച്വലി വി ജസ്റ്റ് സീ അവർ സെൽഫ് നോട്ട് ജസ്റ്റ് ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം നമുക്കിതിനെ ഒരു ലേണിംഗ് സ്പേസ് എന്ന് വിളിക്കാനാണ് ആഗ്രഹം. അതായത് കോൺസ്റ്റന്റ്ലി ഇൻക്ലൂഡിങ് അസ്, ലേണിംഗ് ടുഗദർ. അതായത് നമ്മൾ എല്ലാവരും മറ്റുള്ളവരെ നീച്ചത് ഓരോ പേഴ്സണിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു ക്രിയേറ്റീവ് മേഖലയുടെ പ്രത്യേകത ചിലപ്പോൾ വരുന്ന കുട്ടികളെയും നമുക്ക് ധാരാളം പഠിക്കാനുണ്ടാവും. നമ്മുടെ ഡിസ്കഷൻസ് ഇതിനനുസരിച്ചുണ്ടാവും. അപ്പം നമ്മൾ ഫാക്കൽറ്റീസുമായിട്ട് ഡിസ്കസ് ചെയ്യും. പുറത്തുനിന്ന് വരുന്ന മെന്റേഴ്സ്, വിസിറ്റിംഗ് ഫാക്കൽറ്റീസ് ധാരാളം പേരുണ്ട്, അവരോട് നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. അപ്പം നമ്മൾ ഇതിനോട് ചോദിക്കും എന്താണ് പുതുതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം അവർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പം അവർക്ക് ഇൻഡസ്ട്രിയിൽ വരുന്ന ചേഞ്ചസ് അറിയാം. പിന്നെ നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വരുന്ന കുട്ടികളോട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ എന്താണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഏതിലാണ് സ്കില്ലുള്ളതെന്ന് വന്ന് ഫൈൻഡ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് വളരാൻ പറ്റുന്ന സാഹചര്യമുള്ള ഒരു സ്ഥലമാണ് വേണ്ടത്. ശരിക്കും ഫിലിം സ്കൂൾസിന് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഒരിക്കലും ഇതൊരു BA പഠിപ്പിക്കുന്ന പോലെ, BCom പഠിപ്പിക്കുന്ന പോലെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച് അത് തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇത്ര വർഷം കൊണ്ട് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും ഒബ്സർവേഷൻ വേണ്ട ഒരു ഫീൽഡും കൂടി മേഖലയാണ്. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരിക്കലും പോയിട്ട് പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കുന്ന പോലെ നമ്മളൊരു ബുക്കിലുള്ള കുറെ കാര്യങ്ങൾ പഠിപ്പിച്ച് അത് തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുകയല്ല ചെയ്യുന്നത്.
ഒരു ഫിലിം സ്കൂളിന് അല്ലെങ്കിൽ ഒരു മീഡിയ ഡിസൈൻ അക്കാഡമിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു കുട്ടിക്ക് വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് അവന്റെ പാഷൻ, അവന്റെ ഡ്രീംസിനെയും അവനെയും അവന്റെ ആ ഓപ്പർച്യൂണിറ്റീസിനെ അവന് കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ബ്രിഡ്ജായിട്ട് നിൽക്കുക. ഇതാണ് നമ്മൾ അക്കാഡമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അവർക്ക് അവരുടെ ഐഡിയാസ് പുറത്തേക്ക് പറയാനായിട്ട്, അവർക്ക് സജഷൻസ് കൊടുക്കാൻ, അവർക്ക് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് അറിയാൻ, അവരെ മാക്സിമം പുഷ് ചെയ്യുക. ഒരു വിദ്യാർത്ഥി സക്സസ് ആവുന്നത് അവനിപ്പോൾ ടെക്നിക്കൽ നോളജ് ഉള്ളതുകൊണ്ട് അവൻ ബെറ്റർ ആവണമെന്നില്ല. ടെക്നിക്കൽ നോളജിനോട് അവന്റെ ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ആയാലും അവൻ ബെറ്റർ ആവണമെന്നില്ല. അവന് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയണം. പ്രസന്റേഷൻ സ്കിൽസ്, എങ്ങനെ ഇപ്പോൾ ഒരു ക്ലയന്റിനെ എങ്ങനെ പിച്ച് ചെയ്യണം. ഞാനൊരു ഫ്രീലാൻസ് വർക്കാണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് ക്ലയന്റിനെ പോയിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റണം എന്റെ വർക്ക്സ് വെച്ചിട്ട്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം പിച്ചിങ് ആണ്. അതാണ്, നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ജോസ്കോ അല്ലെ പറഞ്ഞ കല്യാണം ഇവരുടെ അടുത്തൊക്കെ ആർക്കും നമുക്ക് കയറിച്ച് നമുക്ക് പിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അതൊരു കറക്റ്റായിട്ടുള്ളൊരു എയിം, ഏത് ഓഡിയൻസിനാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആർക്കാണ് നമ്മൾ കറക്റ്റായിട്ട് എയിം ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് പ്രസന്റ് ചെയ്യണം. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഇപ്പോഴത്തെ ഇൻഡസ്ട്രീൻ്റെ മെയിൻ. കാരണം ഇഷ്ടംമാതിരി പേരുണ്ടല്ലോ ഈ ഫീൽഡിലും പഠിച്ചിട്ട്, ഇഷ്ടംമാതിരി പേര് ഇറങ്ങുക. കാരണം നമുക്കറിയാം, നമ്മൾ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ കാസർഗോഡ് ടു ട്രിവാൻഡ്രം വരെ ഇഷ്ടംമാതിരി പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ട് കാര്യം. അപ്പം അതിനകത്ത് പ്രസൻറ്റേഷനാണ് ഇതിൻ്റെ മെയിൻ കാര്യം നമ്മൾ പറഞ്ഞു വരുന്നത്. നമ്മൾ അങ്ങനെ തന്നെ സ്റ്റുഡൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ നേരത്തെ അഖിൽ പറഞ്ഞ പോലെ തന്നെ വെറുതെ ഒരു കോഴ്സ് എടുത്ത് നമ്മളവരെ ഫീഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമുക്ക് ഇപ്പം ഗ്രാഫിക് ഡിസൈനിങ്, എഡിറ്റിംഗ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പം VFX ആണെങ്കിൽ പോലും നമ്മൾ ആദ്യം അവരെ ആ ഫീൽഡ് തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. ആ എക്സാമ്പിൾസ് കൊടുത്ത് റീഡ് ചെയ്ത് ലൈബ്രറീസ് ചെയ്ത് നമ്മൾ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ അവരുടെ അകത്ത് ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതിനുള്ള നമ്മൾ ആദ്യം അവരെ അവെയർ ആക്കണം. ഇപ്പം നിങ്ങളിപ്പം ലോഗോ ആണെങ്കിൽ ലോഗോ പ്രസൻറ്റ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്, ഏത് കളർ തിയറിയാണ്, ടൈപ്പോഗ്രാഫി, സ്റ്റൈൽസ്, ഫോൺസ്, അങ്ങനെ എല്ലാ പാറ്റേൺസും വെച്ചിട്ടാണ് നമ്മൾ ഇവരെ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നത്. ഏറ്റവും അവസാനം നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും പറയാൻ പറ്റും. ചിലപ്പോൾ ഒരു 4 ഓഡിയൻസിന് മുമ്പിൽ നിന്നിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും ഭയങ്കര ഡിഫിക്കൽട്ടുള്ള കേസാണ്. ചിലപ്പം കുറച്ച് പേർക്ക് പറ്റുമായിരിക്കും. ഇതിനകത്ത് ഭൂരിഭാഗം ആൾക്കാർക്കും അതിൻ്റെ ഒരു പേടി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. അപ്പം അത് നമ്മൾ മാറ്റിക്കളഞ്ഞ് നമ്മൾ പിള്ളേരെ ട്രീറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാം. നമുക്ക് ഇപ്പോൾ ഈ നമ്മൾ പഠിപ്പിച്ചു വിട്ടേക്കുന്ന 1500 സ്റ്റുഡൻസും ഇപ്പം നല്ല വെൽ സെറ്റിൽഡാണ്. നല്ല രീതിയിൽ അവർക്ക് എല്ലായിടത്തും ഉണ്ട്. ഈ പ്രസൻറ്റേഷൻ ചെയ്തിട്ടാണ് അവർ ഇതുപോലെ എയിം ചെയ്തൊരു സ്റ്റേബിളായിട്ട് ഇപ്പം ഇരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ ഇടയ്ക്ക് ഫോൺ വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയും, സാറേ എനിക്ക് ഇന്നൊരു ഹൈക്ക് കിട്ടി. അപ്പം നമ്മളും അവരുടെ അടുത്ത് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളും അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇത് അക്കാഡമി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അങ്ങനെ തിരിച്ചു വ്യത്യാസങ്ങളോ കാര്യങ്ങൾ ഇപ്പം കുറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ചോദിക്കൂല, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചു വിട്ട സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിക്കൂല, അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ആര് നോളജ് പ്രൊവൈഡ് ചെയ്യുന്നോ അവനെ നമ്മൾ ലിസൺ ചെയ്യാം, കേൾക്കുക. അതാണ് മെയിൻ ആയിട്ടുള്ളത്. കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം സിനിമയിലൊക്കെ അതിൻ്റെ ജോഷി സാറിൻ്റെ ഒക്കെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഓഡിയൻസിൻ്റെ പൾസിനനുസരിച്ച് അവരാദ്യം പോയിട്ട് തിയേറ്ററിൽ നിന്ന് സിനിമ കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. അതിന് മെയിൻ കാര്യം ഞാൻ ഓഡിയൻസിൻ്റെ പൾസ് അറിയണം. അത് എവിടെ കൈയടിക്കാം, എവിടെ കൈയടിക്കൂല എന്നുള്ളൊരു സിറ്റുവേഷൻ. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്പേർട്സിൻ്റെ അടുത്ത് നമ്മൾ കേട്ട് മനസ്സിലാക്കി അവരുടെ അടുത്ത് ചോദിച്ച് ആയാലേ നമുക്ക് ഇതിനകത്ത് ഗ്രോ അപ്പ് ചെയ്യാൻ പറ്റും. അതായിരിക്കും ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മളെ ഒരു വ്യത്യസ്തമായി നിർത്തുന്നത്. നമുക്ക് പ്ലേസ്മെന്റ്, ഇത്രയും നാൾ നമുക്കൊരു പ്ലേസ്മെന്റ്സിന് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സെക്ഷനായിട്ട് ഞങ്ങൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് പ്ലേസ്മെന്റ്സിന് ഒരു ബുദ്ധിമുട്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കേസായിരിക്കും പ്ലേസ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് അവിടെ കൊടുക്കുക എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങോട്ട് ദൈവം അനുഗ്രഹിച്ച് ഇഷ്ടമായി ബാക്കിയുള്ള മീഡിയയിൽ നിന്നും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മളുടെ അടുത്ത് വിളിച്ചു ചോദിക്കും, ഇന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ദൈവം ഇപ്പം കൊടുക്കാൻ വേണ്ടി സ്റ്റുഡൻസ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മേരിച്ചിട്ടും ഒരു 2 മാസം പഠിപ്പിച്ചു അല്ലെങ്കിൽ 6 മാസം പഠിപ്പിച്ചിട്ട് നമ്മൾ വെറുതെ ഇറക്കി വിടുകയല്ല വരെ ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. ഞങ്ങളുടെ ഫാക്കൽറ്റീസ് ആദ്യം മീറ്റിംഗ് കൂടി ഇവാലുവേറ്റ് ചെയ്യും, ഇതിന് പറ്റുമോ, ഇത് ഒരു ഇൻഡസ്ട്രിയിലേക്ക് വിടാൻ പറ്റുമോ. അതിനനുസരിച്ച് നമുക്ക് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിട്ടാണ് അവരെ നമ്മൾ മാക്സിമം ഇറക്കാൻ വേണ്ടി നോക്കുന്നത്. ഇപ്പം കിട്ടിയില്ല, അപ്പോൾ 2 ഇൻ്റർവ്യൂ, ചിലയിടത്തൊക്കെ പറയും 3 അറ്റംപ്റ്റ് 4 അറ്റംപ്റ്റ് എന്നൊക്കെ പറയും. നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു പരിപാടിയില്ല. നമ്മൾ കൂടുതലായിട്ട് അവനൊരു ഭയങ്കര പാഷനായിട്ടായിരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറി വരുന്നത്. അത് ചിലപ്പോൾ 4 അറ്റംപ്റ്റിൽ നിന്നുകൊണ്ടൊരു കേസല്ല. നമുക്ക് എപ്പോഴും വേണ്ടതെന്ന് വെച്ചാൽ അവൻ്റെ ലൈഫിൻ്റെ ഒരു പോയിന്റിൽ എത്തിച്ചു കൊടുക്കുക. ബാക്കി അയാൾ ഓട്ടോമാറ്റിക് ഗ്രോ ചെയ്തോ. അതിന് നമ്മൾ
മാക്സിമം പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും അവനെന്ത് ചെയ്യും, ടൈം അലോട്ട് ചെയ്ത് കൊടുക്കും. അലോട്ട് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും പ്രിപ്പയർ ചെയ്യിപ്പിക്കും പ്രസൻറ്റേഷൻ. പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ട് വെച്ചാൽ നമ്മുടെ ഫാക്കൽറ്റീനെ അലോട്ട് ചെയ്യണം, നമ്മുടെ ടൈം, നമുക്ക് ആ സിസ്റ്റം, അങ്ങനെ പല എക്സ്പെൻസസും അതിനകത്ത് വേണ്ടി വരുമായിരിക്കും. പക്ഷെ നാളെ ആ ഒരു വ്യക്തിയായിരിക്കും നമ്മളെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറയുന്നത്. മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് അതൊരു വലിയ, അതുകൊണ്ടായിരിക്കും നമുക്ക് നേരത്തെ അഖിൽ പറഞ്ഞ പോലെ നമ്മൾ പ്രൊമോഷൻസിൽ അങ്ങനെ പോകാറില്ല. നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് സ്റ്റുഡൻസ് വന്ന് ചേരാനുള്ള മെയിനായിട്ടുള്ള കാരണം. മറ്റുള്ള കോഴ്സസ് പോലല്ല, കാരണം നമുക്ക് കൺസിസ്റ്റൻസി ഒരുപാട് വേണ്ട ഒരു ഫീൽഡാണ്. കാരണം നമുക്ക് ഇപ്പം ജോലി കിട്ടും, അല്ലെങ്കിൽ ഇപ്പം ഞാനിത് പഠിച്ച് തീരും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും ഷോർട്ട് പീരീഡിലുള്ള സാധനം മതി. അതായത് എനിക്കിതൊക്കെ പഠിച്ചെടുക്കാൻ എത്ര സമയം എടുക്കും, ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ക്യാപ്സ്യൂള് പരുവത്തിലുള്ള സാധനം മതി ഇന്നത്തെ കുട്ടികൾക്ക്. അപ്പോൾ അവരുടെ അടുത്ത് ഈ കൺസിസ്റ്റൻസിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഇത് കുട്ടികൾ ശരിക്കും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. ഇത് നമുക്ക് അറിയാവുന്ന എന്താണെന്ന് വെച്ചാൽ ചില കുട്ടികൾ ഇങ്ങനെ ഷോർട്ട് ടേം ചെയ്തിട്ട് ഏതെങ്കിലും കമ്പനിയിലേക്ക് പോകും. ചിലപ്പോൾ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് അവർക്ക് പറ്റിയിട്ടാണെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഇവർ ഇതിന്റെ ഡിഫിക്കൽറ്റി മനസ്സിലാവുന്നത്. ഇത് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഒരാളെ ഇംപ്രസ് ചെയ്യിക്കുന്ന പരിപാടിയാണ്. അതായത് നമ്മൾ വെറുതെ ഒരു സാധനം ചെയ്തു വെക്കുമല്ലോ, നമ്മൾ ചെയ്യുന്ന ഒരു സാധനം കൊണ്ടിട്ട് ആ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ ഇത് കാണുന്നവനെ അട്രാക്ട് ചെയ്യണം, ഏറ്റവും അപ്പീലിംഗ് ആയിട്ട് ഒരു ഡിസൈൻ ആയിക്കോട്ടെ, ഒരു വീഡിയോ ആയിക്കോട്ടെ നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന കുട്ടികളിൽ ഓരോരുത്തർക്കും ഈ സ്കില്ല് ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ ഒരിക്കലും പറയത്തില്ല 2 മാസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില കുട്ടികൾക്ക് പറ്റും. ചില ആളുകൾക്ക് ഇപ്പോൾ ബൈ ബർത്ത് നല്ല ഡ്രോയിങ് സ്കില്ലുള്ള ഒരാൾ, അയാൾ വർഷങ്ങളായിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനോട് അത്രത്തോളം പാഷനാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് കുറച്ചുകൂടി വേഗത്തിൽ ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ അല്ലാത്തൊരു കുട്ടിക്ക് ഇത് അവന്റെ ഒപ്പം നിന്നിട്ട് അത് വേഗത്തിൽ ചെയ്യാൻ പറ്റണമെന്ന് ഇല്ല. അപ്പൊ നമുക്ക് സ്വയം ഒന്ന് നമ്മളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം, എനിക്കിത് എത്രത്തോളം പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാരെയും ബ്ലെയിം ചെയ്യാനും പറ്റില്ല. കാരണം മീഡിയ കൂടെ അങ്ങനെ പ്രസന്റ് ചെയ്യുന്നത് 2 മാസം കൊണ്ട് നമ്മൾ പഠിച്ച് ജീവിതം സെറ്റിലാക്കാം, അല്ലെങ്കിൽ 3 മാസം കൊണ്ട് പഠിച്ചു. വേറെ കോഴ്സസ് അഖിൽ പറഞ്ഞ പോലെ നടക്കുമായിരിക്കും. പക്ഷെ നമുക്ക് ഇത് പറഞ്ഞ സോഫ്റ്റ്വെയർ നമുക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാം. സോഫ്റ്റ്വെയർ ഇന്നതാന്ന് നമുക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ ആ പിള്ളേരെ കിട്ടാനോ അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ പറയുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നിൽക്കുന്നവരോട് ചോദിച്ചാൽ 2 മാസം കൊണ്ട് എന്തായാലും പഠിച്ച് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എന്തായാലും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തൊക്കെ വേണമെന്ന് നമ്മളൊരു ക്രിയേറ്റീവ് കോഴ്സ് ചെയ്യുമ്പോൾ ഒന്ന് നമ്മളിത് പഠിക്കണം. സോഫ്റ്റ്വെയർ നമ്മുടെ ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. ഈ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടേതായിട്ടുള്ള വർക്കുകൾ നമ്മൾ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നമുക്ക് മിസ്റ്റേക്സ് വരും. ഈ മിസ്റ്റേക്സിൽ നിന്ന് മാത്രമേ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഈ മിസ്റ്റേക്സും വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാൻ പഠിക്കണം. പിന്നീട് നമുക്ക് വേണ്ടത് ഇതിനൊരു പോർട്ട്ഫോളിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഷോറി നമുക്ക് കാണിക്കാൻ ഒരു സാധനം വേണം. ഇപ്പൊ ഞാൻ വെറുതെ വന്നിട്ട് ഞാൻ ഫോട്ടോഗ്രാഫറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇന്നൊരു വർക്ക് എടുക്കാൻ ഒരു സ്ഥലത്തേക്ക് ഇന്ന് ആരും ചോദിക്കുന്നത് എന്താ, നിങ്ങൾ ചെയ്ത വർക്ക് ഒന്ന് കാണിക്കോ, പ്രീവിയസ് വർക്ക്. നിങ്ങളൊരു വെഡിങ്ങിന് നമ്മളൊരാൾക്ക് നമ്മുടെ കല്യാണത്തിന്റെ ഒരു ഷൂട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് എന്താ പറയും, പ്രീവിയസ് വെഡിങ്ങിന്റെ വർക്ക് എനിക്കൊന്ന് സെൻഡ് ചെയ്യാൻ പറയും. അത് ഏത് മേഖലയിൽ ഇത് തന്നെയാണ്. നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട് എഡിറ്ററായിട്ട് ഒരു സ്ഥലത്ത് ചാൻസ് ചോദിച്ചാൽ അവർ പറയും നിങ്ങളുടെ ഒരു ഷോറിൽ എനിക്ക് സെൻഡ് ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പൊ അതിൽ അവരെ ഇംപ്രസ് ചെയ്യാൻ പറ്റണം. ഇതില്ലാതെ നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. ഈ ഷോറിൽ എന്ന് പറയുന്ന ഒരു സാധനം ഒരിക്കലും നമുക്ക് പോയിട്ട് 2 മാസം കൊണ്ട് സോഫ്റ്റ്വെയർ മാത്രം പഠിച്ച് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. പല സ്വഭാവത്തിലുള്ള വീഡിയോസ് അതിൽ വേണം. എനിക്കിത് എഡിറ്റിങ്ങിന്റെ കേസ് മാത്രമേ പറയുന്നത്. VFX 3D ചെയ്യുമ്പോൾ പലതരത്തിലുള്ള മോഡൽസ് നമുക്ക് വേണം. അതിന്റെ ലൈറ്റിംഗ് പ്രോപ്പർ ആയിരിക്കണം. ഈ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ആയിട്ട് നമുക്കറിയണം. പല സോഫ്റ്റ്വെയർസിലാണ് ഇത് വർക്ക് ചെയ്യുക. ഇപ്പൊ 3D ചെയ്യണമെങ്കിൽ ബ്ലെൻഡർ അറിയണം, അല്ലെന്നുണ്ടെങ്കിൽ മായ സോഫ്റ്റ്വെയർ അറിയണം. ഇതല്ലെങ്കിൽ നമുക്ക് ടെക്സ്ചറിങ് ചെയ്യണമെങ്കിൽ സബ്സ്റ്റൻസ് പെയിന്റർ പോലുള്ള VFXന്റെ സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഇതറിയണം. ഈ സോഫ്റ്റ്വെയർസിലൊക്കെ എക്സ്പെർട്ടൈസ് ആവണമെന്നുണ്ടെങ്കിൽ അതിനൊരു ടൈം ഉണ്ട്. ഒരിക്കലും ഇതിന്റെ ഒരു ബേസിക് ഏറ്റവും മൂലം നമ്മൾ അറിഞ്ഞിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മലയാളത്തിൽ പറയത്തില്ലേ മുറിവൈദ്യന് ആളെ കൊല്ലുമെന്ന് പറയും. അതേപോലെ നമുക്ക് ഇതുകൊണ്ടൊരു ബെറ്റർ റിസൾട്ട് ഉണ്ടാവുകയോ നമ്മുടെ കരിയർ കൃത്യമായ രീതിയിൽ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുകയോ ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് കുട്ടികൾ ജോബ് ഇല്ലാതെ നിൽക്കുന്നുണ്ട്. അതിന് കാരണം ഇവരെ പ്രോപ്പറായിട്ട് ഗ്രൂം ചെയ്യാത്തൊരവസ്ഥ ഇവർക്ക് വരുന്നത് കൊണ്ടാണ്. നമുക്ക് ഇതിനകത്ത് ആദ്യം വേണ്ടത് ഒരു കുട്ടിയെ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ശരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്കവർ എന്ന് പറയും. നമ്മൾ ആ കുട്ടിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. ഓരോ കുട്ടിക്കും സ്ട്രോങ് പോയിന്റ്സ് ഉണ്ടാവും, വീക്ക് പോയിന്റ്സ് ഉണ്ടാവും. എല്ലാവരും ടാലന്റഡ് ആണ്. പക്ഷെ അത് എന്താണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നതിലാണ് കാര്യം. ഓരോരുത്തരെയും കൃത്യമായ രീതിയിൽ നമ്മൾ ഷേപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ അക്കാഡമിയിൽ ചെയ്യുക കുറെ ഗ്രാജുവേറ്റ്സിനെ ഫോം ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതല്ല. വി ഷേപ്പ് ആർട്ടിസ്റ്റ്, ആനിമേറ്റേഴ്സ്, VFX ആർട്ടിസ്റ്റ്, സ്റ്റോറി ടെല്ലേഴ്സ്. അപ്പൊ ഇവരെ നമ്മൾ കൃത്യമായ രീതിയിൽ ഗ്രൂം ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ ബിൽഡ് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ എങ്ങനെ പ്രോപ്പർ ആക്കാം, ഒരു ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ.
ഇത് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. നമ്മൾ ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ ഇതിനെ പറ്റി ഒക്കെ പഠിക്കും. ഇതൊക്കെ നമ്മൾ കുറേ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ലൈഫിൽ നമ്മൾ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ആവശ്യം വരാത്ത കാര്യങ്ങളായിരിക്കും. നമുക്ക് ജീവിതത്തിൽ എന്നും വേണ്ട പബ്ലിക് സ്പീക്കിംഗ് നമ്മൾ പഠിക്കുന്നില്ല, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നില്ല, നമ്മൾ ടേബിൾ മാനേഴ്സ് അവിടെ പഠിക്കുന്നില്ല. ഒരു സ്ഥലത്ത് നമ്മുടെ കുട്ടികൾ ആരും തന്നെ പോയിട്ട് എങ്ങനെ ഒരു ടേബിൾ, ഒരു പബ്ലിക് സ്പേസിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. അപ്പം നമ്മൾ ഇവരൊരു പ്രൊഫഷണലായിട്ട് ഒരു ജോബിലേക്ക് പോവാം. ഇത് കഴിഞ്ഞിട്ട് ഇവരിവിടെ ഗ്രാഫിക് ഡിസൈൻ പഠിക്കുന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇവരൊരു കമ്പനിയിലേക്കാണ് പോകുന്നത്. ഒരു ടീമിനകത്ത് ഇവർ നിന്ന് അവരോട് ഇടപഴകി സംസാരിച്ച് ഇവരുടെ കരിയർ ബിൽഡ് ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ ഈ ഏരിയാസിലൊക്കെ നമ്മൾ ഇവരെ ബെറ്റർ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യേണ്ടതായിട്ട് വരും. ഇവരെ എങ്ങനെ പ്രസന്റ് ചെയ്യാം, ഇവർക്കൊരു കാര്യം, ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പം നമ്മളവരെ പ്ലേസ്മെന്റിൻ്റെയൊക്കെ ടൈം ആകുമ്പോൾ സോഫ്റ്റ് സ്കിൽസ് അല്ലാതെ നമ്മൾ ട്രെയിനിങ് അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇവർക്കൊരു നല്ല ഫേമിലേക്ക് പോകാൻ പറ്റൂ. ഇപ്പം ഈ ഒരു മേഖലയുടെ പ്രത്യേകത, ഇപ്പം ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്ന കാര്യം ലോകമെമ്പാടും ആവശ്യമാണ്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ലാക്സ് പെർ മന്ത് ഏൺ ചെയ്യുന്ന ആളുകളുണ്ട്. 10,000 rupees നമ്മുടെ കൊച്ചിയിൽ ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ ഇരുന്ന് വാങ്ങുന്ന ആളുകളും ചെയ്യുന്നത് ഒരേ ടൂൾസാണ്. ഫോട്ടോഷോപ്പോ ഇലസ്ട്രേറ്ററോ ഇൻഡിസൈൻ തന്നെയാണ് അവിടെയുള്ളവരും വർക്ക് ചെയ്യുക, ഇവിടെയുള്ളവരും വർക്ക് ചെയ്യുക. പക്ഷെ എന്താണ് ഇവരുടെ പേ സ്കെയിലിലെ ഡിഫറൻസിന് കാരണം? ഇവരുടെ സ്കില്ല് അല്ലെങ്കിൽ ഇവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ഇവർക്ക് ഇല്ലാത്തത് കൊണ്ടോ ഇവരുടെ ഈ ഏതെങ്കിലും ഒരു സൈഡ് ഡൗൺ ആയി കിടക്കുന്നതുകൊണ്ടാണ് ഇത് കിട്ടാത്തത്. അപ്പം നമ്മളിത് ഓരോ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ ഒരിക്കലും നമ്മുടെ അക്കാഡമിയിൽ ഒരു കുട്ടിയെ 6 month കോഴ്സ്, നമുക്കിപ്പോൾ 6 month പ്രോഗ്രാം ഉണ്ട്. പക്ഷെ എല്ലാവർക്കും 6 month കൊണ്ടും ചിലപ്പോൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റീവ് ആയിട്ട് വെക്കാൻ പറ്റണമെന്നില്ല. അപ്പം നമ്മൾ അവർക്ക് ടൈം, അവരെ ഇത് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കണം. നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങി പോയിട്ടില്ല. അതാണ് മെയിൻ ആയിട്ട് കാര്യം. കാരണം വെച്ചാൽ നമ്മൾ പറയും 6 months അത് പഠിച്ച് കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും 8 months 9 months ആയിട്ട് സ്റ്റുഡൻസ് ഇപ്പോഴും ഉണ്ട് നമ്മുടെ അടുത്ത്. കാരണം നമുക്ക് അവരോട് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് വൈസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 6 month ഒരു ബാച്ച് കംപ്ലീറ്റ് ചെയ്ത് പാസ് ഔട്ട് ആയിട്ട് പോകുന്നതാണ് നമ്മളെ സംബന്ധിച്ച് ലാഭം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്തില്ല. കാരണം ഇത് അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. നമ്മൾ പലപ്പോഴും എഡ്യൂക്കേഷൻ ഒരിക്കലും ബിസിനസ് വൈസ് നമ്മളൊരു ബിസിനസ് മാത്രമുള്ള രീതിയിൽ നമുക്കതിനെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ചില കുട്ടികൾക്ക് കൂടുതൽ ടൈം വേണ്ടി വരും. ഇവൻ ഒരിക്കലും ഈ ഒരു പോർട്ട്ഫോളിയോ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഗുണമാവത്തില്ല. കാരണം അവൻ പിന്നെ എവിടെയെങ്കിലും പോയിട്ട് ട്രെയിനിങ് ആയിട്ട് കയറണം. ഇപ്പം നമ്മുടെ നാട്ടിൽ എന്തോരം കമ്പനീസ് ഇന്റേൺഷിപ്പിന് സ്റ്റുഡൻസിനെ എടുക്കും. അവരെന്ന് വെച്ചാൽ ഇന്റേൺഷിപ്പ് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? സ്റ്റുഡൻസിനെ കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കാം, അത് അവർക്കൊരു എക്സ്പീരിയൻസ് ഇടാവും. പക്ഷെ ദൈവം സഹായിച്ച് നമ്മുടെ കുട്ടികൾക്ക് പിന്നീട് ഒരു വിത്തൗട്ട് സ്റ്റൈഫൻഡ് ഒരു ഇന്റേൺഷിപ്പിന് പോകേണ്ട ആവശ്യം ഇല്ല. അതിന് കാരണം നമ്മൾ അവരെ അത്രയും എല്ലാ കാറ്റഗറിയിലും വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ബെറ്റർ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിന് ക്വാളിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇത് ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് നമ്മൾ ഇടും അവരുടെ ഒപ്പം നിന്നിട്ട്. അപ്പം അതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇപ്പം അക്കാഡമിയെ പറ്റി ഒരു സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനായിക്കോട്ടെ ടീച്ചിങ് ആയിക്കോട്ടെ, നമുക്ക് ഈ ഒരു റിലേറ്റഡ് ഫീൽഡിൽ ഒരു സൗണ്ട് നോളജ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ ഡെയിലി കാണുകയാണ്. ഇപ്പം നമ്മൾ വൈകിട്ട് പോയാൽ എന്ത് ചെയ്യും? നമ്മൾ ഇൻസ്റ്റയിൽ നോക്കും, അല്ലെങ്കിൽ പ്രൊഫഷണൽസ് വർക്ക് ചെയ്യുന്ന നമുക്ക് ഫോളോ ചെയ്യുന്ന കുറേ പ്രൊഫഷണൽസ് ഉണ്ടാവും. അവരെന്ത് മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത്, അവരുടെ വർക്കിൽ എന്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു റിസൾട്ട് നമ്മുടെ കുട്ടികളിൽ നിന്ന് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് നമ്മളിടും. ഫാക്കൽറ്റീസിനെ ആ രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഒരു രീതിയിലൊരു എഫേർട്ട് ഇടുന്നത് കൊണ്ട് കുട്ടികളിൽ നിന്ന് ആ റിസൾട്ട് കിട്ടുന്നിടം വരെ നമ്മൾ അവരെ ഷാർപ്പൺ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് മെയിനായിട്ട് അഖിലിന്റെ സ്റ്റുഡൻ്റ് ആണ്, എൻ്റെ സ്റ്റുഡൻ്റ് ആണ്, വേറെ ഫാക്കൽറ്റി സ്റ്റുഡൻസ് ആണെങ്കിൽ 150 സ്റ്റുഡൻസിനെയും എനിക്കും അഖിലും ബാക്കിയുള്ള നമ്മുടെ ഫാക്കൽറ്റീസിന് അറിയാം. കാരണം വെച്ചാൽ ഞങ്ങൾ ഡെയിലി മോണിറ്റർ ചെയ്യും. നമുക്ക് വേർഡ് എക്സലൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് പഠിച്ചു, ഇത് പഠിച്ചില്ല, പ്രസന്റേഷൻ ചെയ്തോ ചെയ്തില്ല, പോർട്ട്ഫോളിയോ വെച്ചോ വെച്ചില്ല. അപ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോ ഒക്കെ ബിൽഡ് ചെയ്യുമ്പോൾ ഇതേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അപ്പം അതിൻ്റെ ഒരു ടാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫാക്കൽറ്റി ചോദിക്കുക, അത് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ചോദിക്കുക, അത് കഴിഞ്ഞ് അഖിൽ വന്ന് ചോദിക്കുക, ഫ്രണ്ട് ഓഫീസിലെ ആൾ വരെ അവരുടെ അടുത്ത് ചോദിക്കണം. അങ്ങനെ ചോദിച്ച് ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അവരുടെ നിന്ന് ഒരു ഔട്ട് കിട്ടുള്ളൂ. കാരണം ഇവർ പല എക്സ്ക്യൂസുകളാണ്. നിങ്ങൾക്ക് ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ അറിയത്തില്ലാത്തതുകൊണ്ടാണ്. കാരണം വെച്ചാൽ പനിയായിരുന്നു, എഴുന്നേറ്റില്ല, മഴയായിരുന്നു, വെള്ളപ്പൊക്കമായിരുന്നു, ഇങ്ങനെ എല്ലാ കംപ്ലൈൻറ്റും നമ്മൾ കേൾക്കേണ്ടി വരും. പക്ഷെ കംപ്ലൈൻറ്റ്സ് എപ്പോഴും ഒരു കംപ്ലൈൻറ്റ്സ് തന്നെ. പക്ഷെ നമ്മളത് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ വഴിക്ക് അങ്ങ് പോകും. പക്ഷേ നിങ്ങൾ ഏത് ഫീൽഡാണ് ഇതേപോലെ ഇൻജെക്ട് ചെയ്ത് വയ്ക്കുമോ അതൊരു ഭയങ്കര റിസൾട്ട് ആയിരിക്കും. നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്യണം ആൾക്കാരെ. പിന്നെ ഈ ഒരു മേഖലയുടെ പ്രത്യേകത ഇതൊരു പ്രഷർ കുക്കറിൽ ഇരുന്ന് വർക്ക് ചെയ്യാനും പറ്റില്ല. അപ്പം നമുക്ക് അവരെ പോയിട്ട് പിടിച്ച് നിങ്ങൾ ഇപ്പം ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ടൈം കൊടുക്കും. നമ്മളും കൂടെ ഒപ്പം നിൽക്കും. ഫാക്കൽറ്റീസ് അതിനുശേഷം ഒരാളെ നമ്മൾ ട്രീറ്റ് ചെയ്യും. ആദ്യം ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ തനിയെ ചെയ്യാൻ അവന് പറ്റുന്നില്ലെങ്കിൽ അവനൊപ്പം നിന്ന് കാണിച്ചു കൊടുക്കും. നമ്മൾ കയ്യിൽ പിടിച്ച് എഴുതിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്പൂൺ ഫീഡ് ചെയ്യും.
അതിനുശേഷം രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ നോക്കും ഇവൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കും. അതും കഴിഞ്ഞിട്ടാണ് അവനെ കൊണ്ട് തനിയെ നമ്മൾ ചെയ്യിപ്പിക്കുക. ഈ ടൈം, ഈ ഒരു രീതി എന്ന് പറയുന്നത് ഓരോ സ്റ്റുഡൻറ്റിനനുസരിച്ച് മാറും. അതാണ് നമ്മളൊരു പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ എപ്പോഴും ഈ മേഖലയിൽ കൊടുക്കണമെന്ന് പറയുന്നത്. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ കുറെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ അല്ലെ ഇതുപോലെ സ്റ്റുഡൻസ് ചവർ പോലെ ഇറങ്ങി പോവില്ല. നമുക്ക് ക്വാളിറ്റി ഉള്ള ആൾക്കാർ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറേ ഗ്രാജുവേറ്റ്സിനെ കൂട്ടുന്നതിലല്ല. ഇവിടുന്ന് പാസ് ഔട്ട് ആയി പോയി കഴിഞ്ഞാൽ അവൻ അതുകൊണ്ട് ഗുണം ഉണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ ഇൻഡസ്ട്രിക്ക് നീഡഡും അതാണ്, ക്വാളിറ്റി ഉള്ള ആൾക്കാരെ വേണ്ടു. ക്വാളിറ്റി ഉള്ള കാരണം ഓൾറെഡി ബൂം ചെയ്ത് നിൽക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. 6 മന്തിൽ തീർക്കുന്നു എന്നുള്ളതിലല്ലോ. 6 മന്തിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. പക്ഷേ നമുക്ക് ഒരിക്കലും ഒരു കമ്പനി ഇതിന്റെ സർട്ടിഫിക്കറ്റ് അല്ല ആദ്യം ചോദിക്കും. നമ്മുടെ ഇപ്പൊ പ്ലേസ്മെന്റ്സിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ആദ്യം ഇവരുടെ പോർട്ട്ഫോളിയോ അയച്ചു കൊടുക്കും. അതിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ ഡയറക്റ്റ് കോൾ ചെയ്യും. ടെലിഫോണിക് ഒരു ഇന്റർവ്യൂ സംതിങ് കാണും. അപ്പൊ അതിലറിയാം ഇവരുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് എങ്ങനെയുണ്ട്, ബെറ്റർ ആണോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഡയറക്റ്റ് വോക്ക് ഇന്റർവ്യൂവിന് വിളിക്കുക. ഈ വോക്ക് ഇന്റർവ്യൂവിന് ചെല്ലുന്ന ആൾ ഏകദേശം സെലക്ടഡ് ആയിരിക്കും. സോ അവർ മിക്കവാറും അവിടുന്ന് അവരുടെ ഓഫർ ലെറ്റർ വാങ്ങിച്ചിട്ട് പോരാനാണ് പതിവ്. അപ്പൊ ഈ ഒരു രീതി നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര എഫേർട്ട് ഇതിനകത്തേക്ക് ഇടണം. നമ്മളെപ്പോഴും 6 മന്ത് അല്ലെങ്കിൽ 1 ഇയറിൽ തീർത്തു, ഇന്നുകൊണ്ട് കോഴ്സ് തീർന്നു നാളെ തൊട്ട് വരണ്ട എന്നില്ല. നമ്മുടെ അലുമിനീസ് എല്ലാവരും നമ്മളോട് ഇപ്പോഴും ആ ഒരു സ്നേഹം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് നടക്കുന്ന. അതുകൊണ്ട് നമ്മുടെ നേരത്തെ പഠിച്ചു പോയ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്ന കമ്പനി തന്നെ അവർ തന്നെ ആയിരിക്കും നമ്മുടെ അടുത്ത് പ്രിഫർ ചെയ്ത് ചോദിക്കാറില്ല, സാർ ഏതെങ്കിലും സ്റ്റുഡൻസ് ഉണ്ടോ ഗ്രാഫിക്സ്. കമ്മ്യൂണിറ്റി ആയിട്ട് ബിൽഡ് ചെയ്ത് നമ്മൾ അങ്ങനെ ബിൽഡ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ വളരുള്ളൂ. അതാണ് മെയിൻ. കാരണം നമുക്ക് ഇങ്ങനെ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലേസ്മെന്റ് കൊടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. പിള്ളേരെ അതേപോലെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലപോലെ ഔട്ട് കൊടുത്ത് നമ്മൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പ്ലേസ്മെന്റ് ചിലയിടത്ത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്ലേസ്മെന്റ് എന്ന് നോക്കുമ്പോൾ ആ വഴിക്ക് പോയി പിന്നെ ഈ വഴിക്ക് തിരിഞ്ഞ് നോക്കൂല ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. പക്ഷെ അത് അവരുടെ ഒരു കംപ്ലൈന്റ് ആയിട്ടുള്ള ചിലപ്പോൾ മാനേജ്മെന്റ് കറക്റ്റ് അല്ലായിരിക്കും. അവരുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതായിരിക്കും. നമ്മുടെ മറ്റ് കോഴ്സുകൾ പോലെയല്ല, നമുക്ക് പ്രാക്ടിക്കൽ നോളജ് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ഫീൽഡ് കൂടിയാണത്. ഇപ്പം ഞാൻ നിങ്ങളുടെ പേജിൽ കണ്ടതെന്ന് വെച്ചാൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പഠിക്കുന്ന അതിന് വേണ്ടിയിട്ട് നമ്മൾ കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു, അത് ഒബ്സർവ് ചെയ്തത് കൊണ്ട് ഇത് പഠിക്കുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? അതായത് നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിൽ പറയുന്ന പോലെ ഫോട്ടോഗ്രാഫി ആർക്കും പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് ഒബ്സർവേഷൻ നമുക്ക് ഈ ഒരു ഫീൽഡിൽ ഏറ്റവും കൂടുതൽ വേണ്ട കാര്യമാണ്, ഒബ്സർവേഷൻ, അതേപോലെ കൺസിസ്റ്റൻസി. അപ്പോൾ ആ ഒരു സെഷനെ കുറിച്ചിട്ട് എന്താണ് ഇതിലേ നമ്മൾ ഇപ്പോൾ വൈൽഡ് ലൈഫിന് കൊണ്ടുവന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വൈൽഡ് ലൈഫിന് ജസ്റ്റ് പോവുക എന്നുള്ളതല്ല, അതിന് മുമ്പ് കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. വൈൽഡ് ലൈഫിന് പോയി എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഫഷണൽ വന്ന ക്ലാസ്സസ് കൊടുക്കുന്നതും നമ്മുടെ ബുക്കിൽ നിന്ന് വായിച്ച അറിവ് പ്രസന്റ് ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മുടെ അക്കാഡമി ഒരു ബാച്ച് ഒരു വൈൽഡ് ലൈഫിന് പോകുന്നുണ്ടെങ്കിൽ ആ 1 മാസം മുമ്പ് അതിന്റെ പ്രിപ്പറേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആദ്യം നമ്മുടെ ഇൻഹൗസ് ഫാക്കൽറ്റീസ് അവർക്ക് അതിന്റെ ട്രെയിനിങ്ങും ക്ലാസ്സസും കൊടുക്കും. എന്താണ് വൈൽഡ് ലൈഫ്, എന്തൊക്കെ കാര്യങ്ങൾ. വൈൽഡ് ലൈഫ് മാത്രമല്ല, വൈൽഡ് ലൈഫിന് പോകുമ്പോൾ ഒരു കുറേ കാറ്റഗറീസ് അതിൽ നമ്മൾ കവർ ചെയ്തു പോകും. നേച്ചർ, ട്രാവൽ തുടങ്ങിയ ഒക്കെ കാറ്റഗറീസ് അതിനകത്ത്, പാറ്റേൺ, ടെക്സ്റ്റേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറീസ് അവർക്ക് അതിനോടൊപ്പം കവർ ചെയ്തു പോകും. അപ്പൊ ഇതിന്റെയൊക്കെ കാര്യങ്ങൾ എന്താണ്, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങളെല്ലാം ഇൻ ഹൗസ് ഫാക്കൽറ്റീസ് അവർക്കൊരു ട്രെയിനിങ് സെഷൻ കൊടുക്കും. അതിനുശേഷം ഈ മേഖലയിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ വരും. അത് മേ ബി ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആയിരിക്കും, അല്ലെങ്കിൽ ട്രാവൽ ഫോട്ടോഗ്രാഫർ ആയിരിക്കാം. അപ്പൊ അങ്ങനെ ഒരാൾ വന്നിട്ട് അവരുടെ ഒരു സെഷൻ ഇവർക്ക് കൊടുക്കും. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെ ഏകദേശം ഇതിലേക്ക് പോവാൻ ഇവർ വില്ലിങ് ആയി, ഇവർ മാനസികമായിട്ടൊരു തയ്യാറെടുപ്പും അതേപോലെ തന്നെ ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇവർ കുറച്ചുകൂടെ ക്യൂരിയസ് ആവും. മീൻസ് ഇതിൽ ഈ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോവുക എന്നുള്ളത്. അപ്പൊ ആ ഒരു ഇത് കുറേ ക്വാളിറ്റീസ് വേണം ശരിക്കും വൈൽഡ് ലൈഫിന് പോവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് അവർ എത്തിയതിനു ശേഷമാണ് നമ്മുടെ വൈൽഡ് ലൈഫിന്റെ ഒരു ട്രിപ്പ് നടക്കുക. ഇത് വൈൽഡ് ലൈഫിന്റെ കേസിൽ മാത്രമല്ല, ഓരോ കാറ്റഗറിയിലും ഉണ്ട്. ഫുഡ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ സ്റ്റൈലിംഗ്, അതെങ്ങനെ വേണം, അതിന്റെ പ്രസന്റേഷൻ കാര്യങ്ങൾ, അതിന് ഫുഡ് ഫോട്ടോഗ്രാഫർ ഒരാൾ വന്നിട്ട് അവർക്ക് ക്ലാസ്സസ് കൊടുക്കും. ബേബി ഫോട്ടോഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രസന്റേഷൻസ് ഉണ്ട്. എന്തൊക്കെ പ്രോപ്പ് യൂസ് ചെയ്യണം, ഈ പ്രോപ്പ് എങ്ങനെ സ്റ്റൈൽ ചെയ്യണം, ഒരു കുഞ്ഞിനെ നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ റാപ്പ് ചെയ്യണം, ഈ റാപ്പ് ചെയ്യുന്നത് മാത്രം ഒരു 2-3 hours സെഷൻ കൊടുക്കാനുള്ളതുണ്ട്. ഓരോ കുട്ടിയുടെയും കയ്യിൽ നമ്മൾ ഡോൾ വെച്ച് ചെയ്യും. അതിനുശേഷം നമ്മൾ ഒരു കുട്ടിയെ തന്നെ കൊണ്ടുവന്നിട്ട് ആ കുട്ടിയെ അവർ റാപ്പ് ചെയ്ത് നോക്കും. ഇതൊക്കെ ഒരു വലിയ പ്രോസസ്സാണ്. അപ്പൊ ആളുകൾക്ക് എപ്പോഴും ഇതിനെപ്പറ്റി അറിയില്ല. ബേബി ഫോട്ടോഗ്രാഫി എന്താ, എനിക്ക് ക്യാമറ അറിയാം, എനിക്ക് ക്ലിക്ക് ചെയ്ത് പിക്ചർ എടുക്കാൻ അറിയാമെങ്കിൽ എനിക്ക് ബേബി ഫോട്ടോഗ്രാഫി ചെയ്യാന്നുള്ളൊരു തോട്ട് ആളുകൾക്ക് ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ പഠിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ചെയ്ത് കൊടുത്തിട്ടാണ് ഇവർ ഓരോരുത്തരും ഇവരുടെ ഇൻഡിവിജ്വൽ ബേബി ഷൂട്ട് ചെയ്യുക. അതേപോലെ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ഉണ്ട്, ഓരോ കാറ്റഗറി. ഇനി ഡിസൈൻ ആണെങ്കിൽ അങ്ങനെ, അതല്ല ഇപ്പോൾ ഒരു VFXന് വേണ്ടിയിട്ടുള്ള ഷൂട്ട് ആണെങ്കിൽ അതങ്ങനെ. പിന്നെ ഓരോന്നിനും മുമ്പ് നമ്മളൊരു
പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഒരു പ്രൊഫഷണൽ എക്സ്ട്രാ ഇവർക്ക് ക്ലാസ്സസും കൊടുത്തിട്ടാണ് ഇവർ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഷൂട്ട് പ്ലാൻ ചെയ്യുക. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഒരു ബാച്ചിൽ നമ്മൾ അറൗണ്ട് ഒരു 6 ഇൻടേക്സ് ഒക്കെയാണ് നമ്മൾ എടുക്കുക. അതിൽ കൂടുതൽ നമ്മൾ എടുത്താൽ അവർക്കൊരു പേഴ്സണലൈസ്ഡ് അപ്രോച്ച് നമുക്കൊരു ലേണിംഗ് ആ ഒരു രീതി കൊടുക്കാൻ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മാക്സിമം ഒരു 6 ഇൻടേക്സ് ഒക്കെ ഒരു ബാച്ചിൽ എടുക്കും. അപ്പോൾ ഈ 6 പേർക്ക് ഇൻഡിവിജ്വൽ ഷൂട്ട് ഉണ്ട്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഷൂട്ട് എന്ന് വെച്ചാൽ ഒരാൾക്ക് മാത്രമല്ല 6 പേര് ഇൻഡിവിജ്വലി ഓരോരോ ഷൂട്ടാണ് ചെയ്യുക. അപ്പോൾ ഈ 6 ഷൂട്ടിന്റെ എക്സ്പീരിയൻസ് ഒരു സ്റ്റുഡന്റിന് കിട്ടും. ഇതെല്ലാത്തിലും ഇവരെല്ലാം ഒരുമിച്ചാണ് ചെയ്യുക. അപ്പോൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ അറൗണ്ട് ഒരു 100 ഷൂട്ട് മിനിമം ചെയ്തൊരു എക്സ്പീരിയൻസിലാണ് ഒരു സ്റ്റുഡന്റ് പാസ് ഔട്ട് ആവുക. സോ അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും വലുത്. ഇത് നമ്മൾ പറഞ്ഞ മിസ്റ്റേക്സിൽ നിന്ന് പഠിക്കുക. നമുക്കറിയാം മിസ്റ്റേക്സ് ഉണ്ടാവും. അവർക്ക് എക്യുപ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടാവും, ഇവർ ചെയ്യുന്ന വർക്കിന്റെ ക്വാളിറ്റിയിൽ മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ എന്താ തിരുത്തുക. ഇപ്പം ഞാൻ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടാവും എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് മറന്നു. പക്ഷെ അവർക്ക് ആ മിസ്റ്റേക്ക് ഉണ്ടായിട്ട് അവരത് തിരുത്തി കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും മറക്കത്തില്ല. നാളെ ഒരു ഷൂട്ടിൽ അത് ഉണ്ടാവാതിരിക്കാനും അവർ ശ്രദ്ധിക്കും. അപ്പൊ ഈ നമ്മൾ ഫോളോ ചെയ്തു പോകുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇത് ഇതുവരെയും സക്സസ് ആണ്. നമുക്ക് അതിന്റെ ഒരു റിസൾട്ടും അതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. ഈ ഫോട്ടോസ് എന്ന് പറയുമ്പം പ്രത്യേകിച്ച് അതൊരു മെമ്മറി കൂടിയാണ്. ഇപ്പോൾ നമ്മളൊക്കെ മുന്നേ ഫോട്ടോസ് നമ്മളെ ചിന്തിപ്പിക്കാനുള്ള ശേഷിയും കൂടിയുണ്ട്. നമ്മളൊക്കെ പണ്ട് കണ്ടിട്ടുള്ള കെവിൻ കാർട്ടർ സാറിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, വെരി ഫേമസ്, സ്റ്റാർവിങ് കിഡ് ആൻഡ് വോൾച്ചർ. നമ്മളൊക്കെ ഭയങ്കര ആലോചിച്ച് നമ്മളൊക്കെ ചിന്തിച്ചിട്ടുള്ള ഓക്കെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഫോട്ടോനെ നമ്മൾ ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ നമ്മളൊക്കെ ആലോചിച്ചിട്ടുള്ളൊരു ഫോട്ടോ. അതുപോലെ എല്ലാവരുടെ ലൈഫിലും ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും നമ്മുടെ ഈ ഒരു ജേർണിയിൽ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയും കൂടി ആകുമ്പോഴത്തേനും നമുക്ക് മറക്കാൻ പറ്റാത്ത സ്റ്റുഡൻസിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു വർക്കിൻ്റെ അടുത്തുനിന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ മെമ്മറബിൾ ആയിട്ട് നിൽക്കുന്ന? ഇഷ്ടംമാതിരി എക്സ്പീരിയൻസ് ഉണ്ട്. ഓർക്കുമ്പോൾ സന്തോഷം തോന്നുന്ന ഭയങ്കര മൊമെൻറ്റ്സ്. അതിൻ്റെ മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ചെറിയൊരു സ്റ്റോറി പോലെയുള്ളൊരു സംഭവമാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യിക്കാറുണ്ട്. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അവരത് ചിലപ്പം കമ്മിറ്റ് ചെയ്യില്ലായിരിക്കാം, ചിലർ ചെയ്യുന്നവരുണ്ടാകും. പക്ഷേ അവരുടെ ഒരു മൈൻഡിലുള്ളൊരു തീം അല്ലെങ്കിൽ മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് നമ്മൾ കാണണ്ടേ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റുഡൻറ്റിനെ കിട്ടി. പക്ഷെ അന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു 2ാം നിലേൻ്റെ മുകളിലാണ്. കാരണം നിങ്ങൾക്കറിയാം ഹാൻഡിക്യാപ്ഡ് ഒരാൾ അത് എങ്ങനെ സർവൈവ് ചെയ്ത് പോകുന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ ഈവനിപ്പം ഞങ്ങൾ പോലും ഞങ്ങൾ താഴെ രാവിലെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ അയാളെ അവിടുന്ന് അപ്പ് ചെയ്ത് ഞങ്ങളത് മുകളിൽ കൊണ്ടുവച്ച് ക്ലാസ്സസ് കൊടുക്കും. ആദ്യം 1-2 ദിവസം ഞങ്ങൾ അങ്ങനെ കാണിച്ചു കൊടുക്കും നമ്മുടെ സ്റ്റുഡൻസിന്. പക്ഷെ ഞങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വന്നില്ല. നമ്മുടെ പിള്ളേർ ഓൾറെഡി ബോണ്ടായി, അവരുടെ ഫ്രണ്ട്സായി. അവർ തന്നെ എന്തെങ്കിലും ഈ കുട്ടി താഴെ വന്ന് ഫോൺ വിളിക്കും, ഒന്ന് വരണേന്ന് പറഞ്ഞ് നമ്മുടെ പിള്ളേരെ തന്നെ ചെല്ലും, അവനെ പിക്ക് ചെയ്യും, മോളിൽ കൊണ്ട് പഠിപ്പിച്ച് അതേപോലെ തിരിച്ചിറക്കി വിടും. പക്ഷെ ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നമുക്കും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു മൈൻഡ് വേണം. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ആള് പാർട്ട് ടൈം ജോബ്, നമ്മൾ കൂടുതലായിട്ട് പിള്ളേരെ പാർട്ട് ടൈം ജോബിന് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അയാൾക്ക് ഓൾറെഡി തന്നെ വേറൊരു ജോലി ചെയ്യാൻ വേണ്ടി എന്തായാലും സാധിക്കില്ല. അപ്പം അങ്ങനെ വന്നപ്പം അയാൾ നേരത്തെ ലോട്ടറി വിറ്റ് അങ്ങനെ ചെയ്യുന്ന ആളായിരുന്നു. അപ്പം ഞങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് തന്നെ അയാൾ പറഞ്ഞു, നമുക്ക് ലോട്ടറി അതിൻ്റെ ഒരു കട ഷോപ്പ് ചെയ്ത് തരുമോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഓൾറെഡി തന്നെ അത് സെല്ല് ചെയ്തോളാം എന്നുള്ള രീതിയിൽ. ഞങ്ങൾക്കത് ഇപ്പോൾ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ആരും ഒന്ന് ചിന്തിച്ചാൽ മതി, ഒരു ലോട്ടറി വിൽക്കുക എന്നുള്ളൊരു സ്റ്റുഡൻറ്റ് പറയുമെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കേസാണ്. പക്ഷെ ഞാനും അതിലുകൊണ്ട് ഒരു 10 മിനിറ്റ് അങ്ങ് മുഖത്തേക്ക് നോക്കിയിരുന്നു. കാരണം വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല, നമുക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. എന്നിട്ട് ഞങ്ങൾ ലാസ്റ്റ് ചെയ്തു, ഞങ്ങളുടെ ഓൺ റിസ്കിൽ ഞങ്ങൾ പറഞ്ഞു ഇത് പുറത്ത് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ പറയാനും പാടില്ല. കാരണം ഞങ്ങളെ സ്റ്റുഡൻറ്റിനെ കൊണ്ടുപോയി ലോട്ടറി എടുത്ത് അവനെ കട ഞങ്ങൾ ഇട്ട് കൊടുത്തു ഞങ്ങൾ ക്ലാസ്സസ് എല്ലാം ഫിനിഷ് ചെയ്ത് ഇന്ന് ആള് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തെ ലെവലിലാണ് ആള് വർക്ക് ചെയ്യുന്നത്. കണ്ണൂരുകാരനാണ്, പേര് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതാണ്. അപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യം അയാൾ ഞങ്ങളുടെ അടുത്തായിരിക്കും വിളിച്ച് പറയുന്നത്. ഒരു ജോലിക്ക് ഒരു ഹൈക്ക് ഉണ്ടെങ്കിലും, ജോലിയിലേക്ക് ഒരു പ്രൊമോഷൻ ഉണ്ടെങ്കിലും, എമൗണ്ട് കൂടി കിട്ടിയാലും, ബാക്കി എന്ത് എനിക്ക് തോന്നുന്നു ആളിപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ പുതിയൊരു ഷോപ്പ് എനിക്കൊന്ന് പയ്യന്നൂർ ആ സൈഡിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം എൻ്റെ വർക്കിംഗ് പ്രോഗ്രസ് ആണ്. അപ്പോൾ എൻ്റെ മെയിൻ കാര്യം വെച്ചാൽ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് ഞങ്ങളെ സംബന്ധിച്ച് അതായിരുന്നു. കാരണം വെച്ചാൽ ഒരു ഹാൻഡിക്യാപ്ഡ് അത് ആഗ്രഹമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. ചിലർ കൊച്ചി കാണാൻ വരും, കുറച്ച് കണ്ടിട്ട് ഇഷ്ടമാണ്,
കുറച്ച് കറങ്ങി അവരവരുടെ വഴിക്ക് പോകും. പക്ഷേ മൈൻഡിൽ തീയുണ്ടോ നമ്മൾ പിക്സൽ ടൂൺസ് അക്കാഡമി എന്തായാലും നമ്മൾ അതിനെ മീറ്റ് ചെയ്ത് അവർക്ക് നമ്മൾ കൊടുക്കും. മീഡിയ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ശബ്ദമില്ലാത്ത സിനിമ തൊട്ടിട്ട് ഇന്ന് നമ്മൾ റീസെൻ്റ്ലി എമ്പുരാൻ്റെ റിലീസ് വരെ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് മീഡിയ ഇന്ന് വളർന്നു കഴിഞ്ഞു. ഫിലിം അടക്കം വളർന്നു കഴിഞ്ഞു. അപ്പം ഇതിലേക്ക് വരുന്ന നമ്പർ ഓഫ് ആൾക്കാരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പിക്സൽ ടൂൺസ് ഇപ്പം റീസെൻ്റ്ലി നമ്മളിപ്പോൾ കലൂര് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം ഇനി ഭാവി എക്സ്പാൻഷൻ പ്രോഗ്രാംസ്, അതായത് ഇനിയും നമുക്ക് ഇപ്പോൾ ഇത് കൊച്ചിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു ഐഡിയ അല്ല ഇത്. ഇനിയും നമുക്ക് ഇതേപോലുള്ള ക്വാളിറ്റി ഉള്ള ആൾക്കാരെയാണ് നമുക്ക് ആവശ്യം, നമ്മുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യം. അപ്പം ഇനിയുള്ള ഭാവി എക്സ്പാൻഷൻ പ്രോഗ്രാംസ് അതൊക്കെ എങ്ങനെയാണ്? ഓഫ് കോഴ്സ് നമുക്ക് സെൻറ്റർ എക്സ്പാൻഡ് ചെയ്യുന്നത് നമ്മൾ അക്രോസ് കേരള നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു ഇനിഷ്യേറ്റീവ് എന്ന രീതിയിൽ കേരളത്തിൽ സെൻറ്റേഴ്സ് കൂടുതലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം കുറേ കുട്ടികളുണ്ട് ലൊക്കേഷൻ മാറി നിൽക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്ന കുറേ ഡിസ്ട്രിക്ട്സ് ഉണ്ട്. ഈവൻ നമുക്ക് ഇപ്പം നമ്മുടെ കൊച്ചി സെൻറ്ററിൽ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും കുട്ടികളുണ്ട്. ഈവൻ ആൻഡമാനിൽ നിന്നും അതേപോലെ ലക്ഷദ്വീപിൽ നിന്നുള്ള സ്റ്റുഡൻസ് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരാൻ പറ്റാത്ത കുറേ കുട്ടികളുണ്ട്. അപ്പം അവർക്ക് ലൊക്കേഷൻ ഒരു പ്രോബ്ലം അല്ലാതെ കേരളത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 സെൻറ്റേഴ്സും കൂടെ ഒരു 5 yearsനകത്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഇനി പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റിയുടെ കുറച്ചുകൂടെ വലിയൊരു ഗ്രോത്ത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ടോപ്പ് നോച്ചിൽ നിൽക്കുന്ന കമ്പനീസുമായിട്ട് കൊളാബ് ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസസുമായിട്ട് കൊളാബ് ചെയ്തിട്ട് അവിടുന്ന് പ്രൊഫഷണൽസ് വന്ന് നമ്മുടെ സ്റ്റുഡൻസിനൊരു നോളജ് ഷെയർ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അവർക്കൊരു ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്ന പോലെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റണം. ഷെയർ നോളജ്, അവർക്ക് നോളജ് ഷെയർ ചെയ്യാനും അതേപോലെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനും ഒരുമിച്ച് വളരാനും ഉള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കാനും നമുക്ക് സാധിക്കണം. അപ്പോൾ അത് പിന്നെ നമ്മുടെ ഒരു വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പിക്സൽ ടൂൺസ് എന്ന് പറയുന്ന ഒരു ലേണിംഗ് സ്പേസ് ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായിട്ട് ഭാവിയിൽ മാറണം. അതിൽ ഡിസൈൻ മാത്രമല്ല, മൾട്ടിമീഡിയ, ഡിസൈൻ, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, പ്രോഗ്രാമിംഗ് ഇതെല്ലാം വന്ന് ചേരുന്ന ഒരു മിനി സൂപ്പർ മാർക്കറ്റ്. എഡ്യൂക്കേഷൻ ഹബ്ബായിട്ട് പിക്സൽ ടൂൺസ് അക്കാഡമി മാറണം. അവിടെ ഈ രീതിയിലുള്ള ക്വാളിറ്റി കോഴ്സസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. നമ്മുടെ ഈ ഒരു വിഷൻ അല്ലെങ്കിൽ ഈ ഒരു തോട്ട്, ക്രിയേറ്റീവ് കോഴ്സസിനെ ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഈ ഒരു തോട്ട് നമുക്ക് കുറച്ചുകൂടെ വലിയ ക്യാൻവാസിലേക്ക് പകർത്തുന്നത് പോലെ ചെയ്യാനായിട്ട് പറ്റണം. അതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു വിഷൻ. ഓൺലൈൻ ക്ലാസ് കൂടി ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി അത് പിക്സൽ ടൂൺസിനോടൊപ്പം എഡ്യൂ ടൂൺസ് എന്ന പേരിൽ നമുക്കൊരു ഓൺലൈൻ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ നമുക്ക് ഇന്റീരിയർ, അത് ആക്ച്വലി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു 3 months ആവുന്നതേ ഉള്ളൂ. അറൗണ്ട് ഒരു 25 സ്റ്റുഡൻസ് ഇപ്പോൾ ഇന്റീരിയർ ഡിസൈനിങ്ങിൽ മാത്രം അതിൽ നമുക്ക് പഠിക്കുന്നുണ്ട്. അതല്ലാതെ പിന്നെ നമുക്ക് എഡിറ്റിംഗ്, ഗ്രാഫിക്സ്, സോഫ്റ്റ്വെയർ വൈസ് ക്ലാസ്സസ് അതിൽ സെപ്പറേറ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് നമ്മുടെ അലുമിനീസിൽ തന്നെ ടീച്ചിങ്ങിൽ താല്പര്യമുള്ള ആളുകളുണ്ട്, അവർ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൊടുക്കുന്നത് പ്രൊഫഷണൽസ് തന്നെ ആണെന്നുള്ളതൊരു വ്യത്യാസമുണ്ട്. നമ്മളെപ്പോഴും ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് ഇതിനെ ഒരുപാട് സഹായിക്കും. എനിക്കൊരു ടീച്ചിങ് നോളജ് മാത്രമേ ഉള്ളതും എനിക്കൊരു പ്രൊഡക്ഷൻ ഹൗസ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഇതിനകത്തൊരു സൗണ്ട് നോളജ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു മേഖല എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഉള്ളതും നമുക്ക് എക്സ്പേർട്ടായിട്ട് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് അതുപോലെ എക്സ്പേർട്സ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അതും ആ പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടും വലിയൊരു വിഷൻ ഉണ്ട്. നാളെ ആർക്കും എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾക്ക് അതിനകത്തേക്ക്, നമ്മളിപ്പോൾ ആമസോണിലും ഫ്ലിപ്പിലും ഒക്കെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യത്തില്ല. ഇപ്പോൾ എനിക്കൊരു പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് ആമസോണിലും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇട്ട് സെയിൽ ചെയ്യും. അതേപോലെ എനിക്കൊരു കോഴ്സ് പഠിപ്പിക്കാൻ അറിയാം. അതിപ്പോൾ ഏത് കോഴ്സും ആയിക്കോട്ടെ. ചിലപ്പോൾ എനിക്ക് കുക്കിംഗ് ആയിരിക്കും അറിയാവുന്നത്, ചിലപ്പോൾ എനിക്ക് മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടായിരിക്കും ക്ലാസ്സസ് എടുക്കാൻ അറിയാവുക, ചിലപ്പോൾ ബേക്കിംഗ് ആയിരിക്കും. അപ്പം എനിക്ക് അറിയാമെങ്കിൽ എനിക്കത് റെക്കോർഡഡ് സെഷൻ ആക്കി വീഡിയോസ് എടുത്തിട്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ സെല് ചെയ്യാം. അതൊരു വലിയ വിഷനാണ്. മീൻസ് പക്ഷെ അതിന് നമുക്ക് അപ്രൂവ് ചെയ്യണം. അതായത് നമുക്ക് ആ കോഴ്സിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി അതിനകത്ത് അവർക്ക് സജഷൻസ് കൊടുത്ത് ആ രീതിയിൽ അതിനകത്തൂടെ ഏതൊരു വ്യക്തിക്കും അവർക്ക് അവരുടെ കോഴ്സ് സെല് ചെയ്യാം. ട്യൂട്ടർ ആവാൻ ആഗ്രഹമുള്ള ഒരുപാട് പേര് കാണും. ചിലപ്പം മറ്റു പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നവർക്കും ചിലപ്പോൾ ട്യൂട്ടർ ടീച്ചിങ് സ്കിൽസ് ഉണ്ടാവാം. അപ്പം അങ്ങനെ ബെറ്റർ ആയിട്ടുള്ളവർക്ക് അവരുടെ ഒരു പാഷനെ വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു ടീച്ചറായിട്ടൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതും അതിൻ്റെ വഴിക്ക് നടക്കുന്നു. മീഡിയയിലോട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്ന കുട്ടികളുടെ അടുത്ത്, അതായത് ഇതൊരു പ്രൊഫഷൻ ആക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, ഒന്നാമതായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ ഈ കോഴ്സിൻ്റെ കരിക്കുലത്തെ പറ്റിയിട്ട് വ്യക്തമായൊരു നോളജ് വേണം. അതൊരു ഫിക്സഡ് കരിക്കുലം ഫോളോ ചെയ്യുന്ന ഒരു അക്കാഡമി നമ്മൾ ചൂസ് ചെയ്യാനേ പാടില്ല. കാരണം
നമുക്കറിയാം ടെക്നോളജി മാറിക്കൊണ്ടേയിരിക്കും. അതായത് ഇന്ന് കാണുന്ന സോഫ്റ്റ്വെയർ ഒരു മാസം കഴിയുമ്പോൾ അതേപോലെ ഉണ്ടാവണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ പിക്സൽ ടൂൺസ് അക്കാഡമിയിൽ ഒരു സ്റ്റുഡൻറ്റ് പഠിക്കാനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവനോട് പറയുന്നത് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ മൊഡ്യൂൾസ്. പക്ഷേ ഒരു 3 മാസം കഴിയുമ്പോൾ ഇൻഡസ്ട്രി ട്രെൻഡ് അനുസരിച്ച് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നാൽ നമ്മൾ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നത് ഒഴിവാക്കുകയും ചെയ്യും. നമുക്ക് പറയാൻ പറ്റും ഏറ്റവും ഫൈനായിട്ട് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു കരിക്കുലം നമ്മുടെ അക്കാഡമിയിൽ ഉണ്ട്. അത് സബ്ജക്റ്റ് ടു ചേഞ്ച്, അതായത് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഇത് മാറിക്കൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഈ രീതിയിൽ കരിക്കുലത്തിനകത്ത് ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ്. അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. നമ്മുടെ ഫീയേക്കാൾ മുന്നേ, അതല്ലെങ്കിൽ നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷനേക്കാൾ മുന്നേ ഈ കരിക്കുലത്തിൽ ഇന്ന കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ഉറപ്പായിട്ടും നമ്മൾ നോക്കിയിരിക്കും. നമ്മൾ ആദ്യം സ്റ്റുഡൻസ് വരുമ്പോൾ തന്നെ നമ്മുടെ കരിക്കുലം നമ്മൾ സ്റ്റുഡൻസിന് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും. അത് ഡീറ്റെയിൽഡ് ആയിരിക്കും. അപ്പോൾ ഒരു കോഴ്സിൻ്റെ ഒരു കരിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3-4 പേജ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഓരോ കോഴ്സിനനുസരിച്ച് ഞങ്ങൾ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ കരിക്കുലംസ് സാധാരണ ബ്രൗഷേഴ്സിലൊക്കെ കാണുന്ന ആ ഒരു 10 എണ്ണം അല്ലെങ്കിൽ 20 എണ്ണം മെയിൻ പോയിന്റ്സ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഇപ്പോൾ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും ആ കരിക്കുലത്തിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ പിള്ളേർ അത് കണ്ടിട്ട് ജോയിൻ ചെയ്താൽ മതി എന്നുള്ള കൺസെപ്റ്റാണ് ഞങ്ങൾ കൂടുതലായിട്ട് ട്രീറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു അക്കാഡമിയിലേക്ക് വരാൻ ആഗ്രഹമുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാനുള്ളത്, ഇഫ് യു വാണ്ട് ടു ഡ്രീം ബിഗ്, if you want to mold your creative skills, or if you want to nurture your creative ideas, or build your career, this must be the best place for you. Come, join, let's grow together. ഇതാണ് നമുക്ക് ഒരുമിച്ച് വളരാന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം. കാരണം ക്രിയേറ്റിവിറ്റി എപ്പോഴും ഒരു ബെറ്റർ എൻവയോൺമെൻറ്റിൽ മാത്രമേ നമുക്ക് വളർത്താൻ സാധിക്കുള്ളൂ. അപ്പം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ട്. അവിടെ നമുക്ക് പരസ്പരം നോളജ് ഷെയർ ചെയ്ത് ഒരുമിച്ച് വളരാം. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് ഇത്രയും ഇൻഫർമേഷൻ തന്നതിന്. ഞങ്ങൾക്ക് മാത്രമല്ല ഇനി വരാൻ പോകുന്ന, അതായത് ഈ മീഡിയയിലോട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ആൾക്കാർക്കും ഇത്രയും നല്ല ഇൻഫർമേഷൻ, ഇത്രയും ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഇത്രയും ക്വാളിറ്റി സർവീസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്.